ഞാൻ ഇന്നലെ പെരിങ്ങത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ശാഖയിലായിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയമാണ്. ഒരു വേള ആ നാട്ടിൽ അത്രയേറെ ഖുർആൻ വചനം ആ നാട് രൂപപ്പെട്ടതിന് ശേഷം അത്ര ഓതിയിട്ടുണ്ടാവില്ല ഒരാളും. അത്ര ഖുർആൻ വചനം ഓതിയിട്ടാണ് ആ പ്രസംഗം. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ 2 മുസ്ലിങ്ങൾ വന്നിട്ട് പറഞ്ഞു, 10 കൊല്ലം മുമ്പ് ഞങ്ങളൊരു കരാറുണ്ടായിരുന്നു നാട്ടിൽ. എന്താ കരാറ്? ആരും ദീന് പറയരുത് എന്ന് കരാറ്. മുസ്ലിങ്ങളുടെ നാട്ടില് മുസ്ലിങ്ങൾ ദീന് പറയരുത് എന്ന് കരാറ്. എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചോട്ടെ, ഇവിടെ ഐക്യം ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. ഞാൻ അവരെ കുറിച്ച് ആലോചിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ സമുദായത്തിൽ. കാരണം ഖുർആൻ എന്താന്ന് പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കേട്ടേ ഏറ്റവും വലിയ കംപ്ലൈന്റ് ഫറഖ്ത ജമാഅത്തന എന്നുള്ള കാര്യമാണ്. ഈ ജമാഅത്തിൽ ഭിന്നത ഉണ്ടാക്കി കളഞ്ഞു. ഒരൊറ്റക്കെട്ടായിരുന്നു. ശരിയാണ്. കള്ള് കുടിക്കാം, കുടിക്കാം. പെണ്ണ് പിടിക്കാം, പിടിക്കാം. അഭിപ്രായ ഭിന്നതൊന്നുമില്ല. തിന്മേൽ അഭിപ്രായ ഭിന്നതയല്ല അവർക്കിടയിൽ. പിന്നെ എങ്ങനെ തെറ്റണത്? ഒരാൾ വന്നിട്ട് കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുക? എതിർപ്പുണ്ടാകുക. അതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ല. അപ്പൊ ഈ നാട്ടിൽ 10 കൊല്ലം മുമ്പ് തീരുമാനമുണ്ട്. എന്ത്? എല്ലാ തിന്മയും തുടർന്നോട്ടെ, ആരും എതിർക്കരുത് എന്നൊരു തീരുമാനമാണ്. മുസ്ലിങ്ങളുടെ തീരുമാനമാണ്. ലീഗുകാരുടെ കയ്യിൽ എല്ലാ പ്രസ്ഥാനക്കാരും ഉണ്ട്. എന്തൊരു തീരുമാനമാണ്! ഖുർആനിനെ വെറുതെ പഠിച്ച ഒരാള്, ഇയ്യാക നഅ്ബുദു എന്നുള്ള വചനം വായിച്ച ഒരാള് അത് പറയൂ. ആ ആയത്തിനെ ചൊല്ലിയ ലോകത്തുന്നോളുള്ള തർക്കം, അഭിപ്രായ ഭിന്നതയാണ് ലോകത്തെ കാലഘട്ടത്തിലും മനുഷ്യനെ പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളൊരു ഘടകം. അതിന് സന്നദ്ധരല്ലാത്ത ഒരു സമൂഹം. തിന്നണം, കുടിക്കണം, കുറെ എന്തൊക്കെയോ ചെയ്യണം. അതാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ആകെയുള്ള ഒരവസ്ഥാവിശേഷം. അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ നാം ആരായിരിക്കണമെന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഒരുപാട് നിരർത്ഥകതകൾ നങ്കൂരമിട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായം മനവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പ് ചെണ്ടികളെ പോലെയാകും. ശത്രുക്കൾ അവരുടെ ഭക്ഷണ തളികയിലേക്ക് കഴുകന്മാരൊക്കെ വരുന്ന പോലെ ശത്രുക്കൾ അവരെ രാഞ്ചിയെടുക്കുന്നതിന് വേണ്ടി വരും. സഹാബത്ത് ചോദിച്ചു, നബിയെ, അവരെണ്ണത്തിൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ആ മുസ്ലിം ജനത വളരെ എണ്ണത്തിൽ കുറവായിരിക്കുമോ? തിരുതൂതർ പറഞ്ഞു, ബല്ലൻതും കസീർ, ധാരാളം ആളുകളുണ്ടാവും. പിന്നെ എന്താ അവരുടെ കുഴപ്പം? 2 രോഗം അവരെ പിടികൂടും. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള മഹബ്ബത്തും വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള. ഞാനിന്ന് വരുമ്പോൾ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞത്, പരപ്പനങ്ങാടിയുടെ അപ്പുറം മുതൽ നമ്മൾ ഇങ്ങോട്ട് കടന്നാൽ തിരൂരെത്തുന്നവരെ പഴയകാല രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള വീടുകളാണ് മുസ്ലിങ്ങൾ വെച്ചിരിക്കുന്നത്. കണ്ടറിയാം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും റോഡ് സൈഡിൽ. എന്തിനാണ് ആ വീടുണ്ടാക്കി അറിയില്ല. അവന്റെ വീട്ടിൽ 2 ആളേ ഉള്ളൂ. അവൻ എന്തിനാ വീടുണ്ടാക്കി? തക്കാസുറാണ്, പരസ്പര പെരുമയാണ്. ഈ ദുനിയാവിൽ ബുദ്ധിയുള്ളൊരുത്തൻ വളരെ അവനവന്റെ ജീവിതത്തിന് ആവശ്യമായ സൗകര്യം ഉണ്ടാക്കും. കാരണം എന്താണ്? ഇവിടുന്ന് യാത്ര പോകേണ്ടവരാണ്, ഈ ലോകം വിട്ടുപോകേണ്ടവരാണ്. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതരെ പോലെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. അമ്പരചുംബികളായ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെട്ട് ദുനിയാവിൽ ഒന്നും നിലക്കുന്ന ഒരു അറ്റാക്ക് വന്നാൽ എത്ര ആളാണ് മരിച്ചു വീണത്? മുതിർന്ന ആളുകളൊന്നല്ല, പ്രായമായ ആളുകളല്ല, ചെറുപ്പക്കാർ, ഒരുപാട് ചെറുപ്പക്കാരികൾ മറിഞ്ഞങ്ങട്ട് വീണ് മരിക്കുകയാണ്. ഡാൻസ് ചെയ്യുന്നു, മരിച്ചു പോകുന്നു. ക്രിക്കറ്റ് കളിക്കുന്നു, മറിഞ്ഞു പോകുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുന്നു, മറിഞ്ഞു പോകുന്നു. അങ്ങനെ ചെറുപ്പക്കാരെ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്. അത് കണ്ടിട്ട് ഇസ്ലാമായ എത്ര ആളുകളുണ്ട്? കാരണം റസൂൽ പറയാണ്, ചെറുപ്പക്കാർ മരിക്കും, പ്രായം ചെന്നവർ അവശേഷിക്കുന്നു. ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രായമുള്ളവർ ഒന്നും മരിക്കുന്നില്ല, ചെറുപ്പക്കാരൊക്കെ മരിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെറുപ്പക്കാരില്ല എന്നതാണ്. റഷ്യ നേരിടുന്ന പ്രതിസന്ധി ചെറുപ്പക്കാരില്ല എന്നതാണ്. അല്ലെ, ആലോചിച്ച് നോക്കിയേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുവാക്കളും യുവതികളും ഒക്കെ മരിച്ചു പിരിയുന്ന ഒരു ഘട്ടം വരും. പൊടുന്നനെ ആക്സിഡന്റുകൾ വർദ്ധിക്കും, ആളുകൾ വീണ് മരിക്കും, വയോവൃദ്ധരായ ആളുകൾ അങ്ങനെ കിടക്കും. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി പറയുന്നു. ആ കാലമൊക്കെ വന്നിരിക്കുന്നു.
അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം, ഓരോ സെക്കൻഡും ഒരു വിശ്വാസിക്ക് എങ്ങനെയായിരിക്കണം എന്നത് വളരെ ബോധപൂർവമായി നമ്മൾ ചിന്തിക്കണം. ഒരു ശ്വാസം പോലും അള്ളാഹനെ ഓർത്തുകൊണ്ടുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ റമദാനിലും ലോകത്ത് അറിയപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളുടെ അവതരണം ഒക്കെ ഉണ്ടായത് റമദാനിലാണ്. ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ ഇതൊക്കെ അവതരിച്ചത് റമദാനിലാണ്. ഒടുവിലത്തെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതും റമദാനിലാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ സമുദായത്തിന് ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലിപ്പ് കിട്ടി. ഒരു മൊയ്ലിയാർ, വലിയ അറിയപ്പെട്ടൊരു മൊയ്ലിയാരാ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അയാളുടെ പ്രസംഗം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ 100 കൊല്ലം വന്നിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? മങ്കൂസ് മൗലൂദ് അവസാനിച്ചോ? റാത്തീബ് ഇവിടെ ഇല്ലാണ്ടായോ? നേർച്ച ഇല്ലാതായോ? ഖുത്ബിയത്തില്ലാതായോ? ആളുകളുടെ പോക്കറ്റിലൊക്കെ ബുർദ ബുസ്രിയുടെ അത് മനപ്പാടായ ആളുകളാണ് ഇവിടെ വർദ്ധിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഇനി ഒരു യുക്തിവാദി ഇതേ കാര്യം ചിന്തിക്കുകയാണെങ്കിലോ, ഇവിടെ സ്വർഗരതി വർദ്ധിച്ചിട്ടേ ഉള്ളൂ, ലെസ്ബിയന്മാർ വർദ്ധിച്ചിട്ടേ ഉള്ളൂ, കഞ്ചാവ് അടിക്കുന്നവർ വർദ്ധിച്ചിട്ടേ ഉള്ളൂ, ഇസ്ലാമിക വിരുദ്ധതയാണ് ലോകത്ത് കൂടുതലും. അതുകൊണ്ട് മൊയ്ലിയാർ പറയോ ഇസ്ലാം തോറ്റ്? പറയില്ലല്ലോ. ആളുകളുടെ ഒരു ധാരണ അതാണ്. റസൂലുള്ളാഹി പറയുന്നത്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ന്യൂനാൽ ന്യൂനപക്ഷമാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും. ആ ന്യൂനപക്ഷത്തെ ആർക്കും ഒരു ചുക്കും ചെയ്യാനാവില്ല. ലോകത്തൊരു ന്യൂനപക്ഷം നിലനിൽക്കും, ഒരു ചെറിയ ന്യൂനപക്ഷം, അവർ സത്യത്തിലായിരിക്കും. അവരെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷമാണ് സത്യത്തിൽ വിശ്വസിക്കുക. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, വലാകിന്ന അക്സറന്നാസി ലാ യശ്ഉറൂൻ, വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ. ഭൂരിപക്ഷ ആളുകളും ചിന്തിക്കൂല, ഭൂരിപക്ഷ ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കൂല, ഭൂരിപക്ഷ ആളുകളും നന്ദി കാണിക്കൂല. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയാണ്. യുക്തിവാദത്തിലേക്ക് ആളുകൾ പോകുന്നു, ഫ്രീ തിങ്കേഴ്സായി പോകുന്നു, നിരീശ്വരവാദികൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നതാണ് റസൂല് പറഞ്ഞത്. ആ റസൂല് പറഞ്ഞ പ്രവചനം ഇവിടെ പുലരുകയാണ് ചെയ്യുന്നത്. അത് പുലർന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1400 വർഷം മുമ്പ് ഒരു മനുഷ്യൻ, ഒരു നിരക്ഷരനായ ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം നടക്കുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും തെറ്റാത്ത പ്രവചനം നടത്താൻ കഴിവുള്ള അള്ളാഹു അതിന് വഹി നൽകിയൊരു പ്രവാചകനാണ് അദ്ദേഹം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ഞങ്ങളൊക്കെ അതിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. തർക്കങ്ങൾ വർദ്ധിക്കുന്നു പറഞ്ഞു റസൂൽ. ഒരു തെറ്റ് പറഞ്ഞു പോയി, അത് ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആയുഷ്കാലം മുഴുവൻ അതിൽ ജീവിക്കാം. പരലോകത്ത് ഒരു മിനിറ്റ് പോലും ഓർക്കാത്ത ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. അതൊക്കെ വലിയ ദുരന്തമുള്ള ഒരു കാര്യമാണ്. എത്ര കണ്ട ആളുകൾ അത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. നമ്മുടെ ദുആ തന്നെ എന്താണ്? പടച്ചോനെ ചൊവ്വായ പാതയിൽ നയിക്കണേ എന്ന്. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ആളുകൾക്ക് ചിന്തയില്ല എന്നൊന്നും മനസ്സിലാക്കും. നമ്മുടെ എത്ര ആള് കുറഞ്ഞു, എത്ര ആള് കൂടി, ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. ആള് കൂടുതലുണ്ടോ ആള് കുറവാണോ എന്നതൊന്നും സത്യത്തിന്റെ മാനദണ്ഡമല്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ റമദാനിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ ഈ പരപ്പനങ്ങാടി തന്നെ എത്ര സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശപരമായ ശരിക്കുമുള്ള ഖുർആൻ എന്താണെന്നും സുന്നത്ത് എന്താണെന്നും സച്ചരിതരായ സലഫുകൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്നും ഒക്കെയുള്ള വലിയ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ആ ചർച്ചകളിൽ എത്ര ആളുകൾക്ക് ആഴമേറി അത് കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ആളുകൾക്ക് സാധ്യമാകുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഇല്ല എന്നുള്ളതാണ് പച്ചയായ ഒരു സത്യം. ആളുകൾ ഒരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ വിട്ടുകളയാണ് ചെയ്യുന്നത്. ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഇരുന്ന് ഈത്തപ്പഴം കഴിക്കുകയാണ്. അപ്പൊ അജുവാക്കാരക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ കഴിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, അജുവാക്കാരക്കയെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുള്ള വചനം അത് ഓർക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കാൻ ഒരു കാര്യം പറയാം. ഒരു നിരീശ്വരവാദിയായ ഒരു ഡോക്ടർ, ഒരു കാർഡിയാക്കിന്റെ ഒരു ഡോക്ടർ, അയാൾ നിരീശ്വരവാദിയാണ്. അയാൾ ഒരു പ്രഗത്ഭനാണ്, എല്ലാവർക്കും അറിയുന്ന ഡോക്ടറാണ്, വളരെ ശ്രദ്ധേയനായ ആളാണ്, കഴിവുള്ള ആളാണ്. ആ വിഷയത്തിൽ അയാളെ വിശ്വാസവും കാര്യമൊന്നും നമ്മൾ നോക്കിയില്ല. അയാൾക്ക് ഈ വിഷയത്തിൽ നല്ല കഴിവുണ്ട്. അയാളെടുത്ത് ചെന്നു, അയാൾ നമുക്ക് മരുന്ന് എഴുതി, 3 നേരത്തെ മരുന്ന് എഴുതി 10 ദിവസം കഴിക്കാൻ പറഞ്ഞു. നിരീശ്വരവാദി ആയതുകൊണ്ട് നമ്മൾ ആ മരുന്ന് കഴിക്കാതിരിക്കില്ല. ആരെങ്കിലും ആ മരുന്നിന്റെ കണ്ടന്റ് എന്താണെന്നോ ആ മരുന്നിന്റെ ഉള്ളടക്കം എന്താണെന്നോ ആ മരുന്ന് എത്രത്തോളം എനിക്ക് ഹാനികരമാണോ എനിക്ക് ആരോഗ്യത്തിന് ഉപകാരമാണോ എന്നൊന്നും പരിശോധിച്ചിട്ടല്ല നമ്മളാരും ആ ഗുളിക കഴിക്കുക.
അയാളെ നിരീശ്വരവാദിയായാലും അയാൾ എഴുതിയാൽ നമ്മൾ കുടിക്കും, 3 നേരം കൃത്യമായിട്ട് കുടിക്കും. എന്ത് മാനദണ്ഡത്തിലാ? ലോകത്ത് എന്തോ ഉറപ്പുള്ള കാര്യമാണത്. നേരെ മറിച്ച് റസൂല് പറയണ അജുവാക്കാരൊക്കെ ഇന്ന ഗുണുണ്ട്. ആ റസൂല് സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല, അള്ളാഹ് സൃഷ്ടിച്ച അജുവാക്കാരക്ക അതിന് ഇന്ന ഗുണുണ്ട് എന്ന് വഹി അനുസരിച്ച് റസൂലത പഠിപ്പിച്ചു. അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങളെ കിട്ടുന്നില്ല. ആലോചിച്ച് നോക്ക്, കാഫർ എഴുതിയ ഗുളി കുടിക്കാൻ മിണുങ്ങാൻ മർക്കസ് ദവക്കാരൻ കിട്ടുകയും ചെയ്യുന്നു. ചിന്തിച്ചു നോക്ക്. എന്ന് പറഞ്ഞാൽ ശുഷ്കമാണ് തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ള പുസ്തകം എഴുതും. തീരെ ചിന്തിക്കാത്തൊരുത്തനാണ് ചിന്തിക്കുന്നില്ല എന്നുള്ള പുസ്തകം എഴുതി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ള ബുക്ക് എഴുതിയ തീരെ ചിന്തിക്കാത്തൊരുത്തനാണ്. അതിനെ അത്ഭുതപ്പെടുത്തി. ആ പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൽ വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ചിന്തിക്കുന്നില്ലേ എന്നുള്ള പുസ്തകം എഴുതി, പക്ഷെ അദ്ദേഹം ഒട്ടും ചിന്തിക്കുന്നില്ല. പരപ്പനങ്ങാടി മൂപ്പര് പല റൗണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തീരെ ചിന്തിക്കാത്തൊരുത്തനാണ്. ആ പുസ്തകം കയ്യിലെടുത്ത് ഞാൻ ചിരിച്ചു പോവുക ചെയ്ത്. എന്റെ കണ്ടന്റ് എന്താണെന്ന് വായിച്ചു നോക്കാൻ. അപ്പൊ അതിന്റെ കണ്ടന്റ് എന്നെ ഖുർആനെതിരാണ്. അതായത് ഖുർആനായാലും ഹദീസായാലും ചിന്തിച്ചിട്ട് ഉൾക്കൊണ്ടാതിനുള്ള മൂപ്പരയിൽ പറഞ്ഞു വെക്കുന്നത്. അതാണ് മൂപ്പര ബുക്കിന്റെ പ്രത്യേകത തന്നെ. അതാ ചിന്തിക്കുന്നില്ലേന്ന്. നേരെ മറിച്ച് ചിന്തിക്കേണ്ട മേഖലയുമായി ബന്ധപ്പെട്ട ചിന്തയെക്കുറിച്ചല്ല പറയുന്നത്. ഉള്ളിലൂടെ ഒളിച്ചു കിടത്തുകയാണ്, അക്ഷരങ്ങൾക്കുള്ളിലൂടെ തന്റെ കുഫർ ഒളിച്ചു കിടത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഇരിക്കുന്ന ആളുകളോട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ രംഗത്തും നീങ്ങാൻ. ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? പരിശുദ്ധ റമദാനം സ്വീകരിക്കുമ്പോൾ നോമ്പ് നോറ്റത് കൊണ്ടോ സക്കാത്ത് കൊടുത്തത് കൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടോ ഒരാൾ സ്വർഗത്ത് പോകില്ല. പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ അയാൾക്കുള്ള സമീപനം എത്ര കണ്ട് ക്ലിയറാണ് എന്നുള്ളതാണ്. ബർബഹാരിയുടെ ശറഹുസുന്ന പോലെയുള്ള ഗ്രന്ഥങ്ങളെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഖൗമു നൂഹിനിൽ മുർസലീൻ എന്നുള്ള ഖുർആന്റെ വചനം, നൂഹ് നബിയുടെ ജനത മുർസലുകളെ നിഷേധിച്ചു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നൂഹ് നബിയുടെ കാലത്ത് വേറെ നബിമാരൊന്നുമില്ല, എന്നിട്ടും നൂഹ് നബീനെ നിഷേധിച്ച ജനതയെക്കുറിച്ച് പറയുന്നത് സകല മുർസലുകളെയും നിഷേധിച്ചതിന് തുല്യമാണ് ഒരു നബീനെ നിഷേധിക്കൽ. സ്വഹീഹായ ഒരു ഹദീസ് നിഷേധിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചതിന് തുല്യമാണെന്നാണ് ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത്. ഒരു സ്വഹീഹായ ഹദീസ് ഒരാൾ നിഷേധിച്ച് 60 ഒന്നും നിഷേധിക്കേണ്ട, ഒറ്റ ഹദീസ് ഓൻ പ്രവാചകനെ തന്നെ നിഷേധിച്ചതിന് തുല്യമാണ്. അത്രയും വലിയ കുഫ്റാണ്. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തമാശയായിട്ട് ഈ രംഗത്തെ സൂറത്ത് നൂറ് റമദാനിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഖുർആനൊക്കെ നമ്മൾ വായിക്കും, പക്ഷേ സൂറത്ത് നൂറിലെ 47 മുതൽ 54 വരെയുള്ള വചനം വിസ്തത്തിന്റെ ആളുകൾ അമാനുമലയുടെ പരിഭാഷ വെച്ച് പഠിക്കൽ നിർബന്ധം. ഞാനൊരു വിസ്തത്തിന്റെ പ്രവർത്തകനാന്ന് പറയും, ഈ ഭാഗം വായിക്കാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. എന്താ? ആ ഭാഗത്ത് പറയുന്നുണ്ട് അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുന്നു എന്നും അള്ളാഹുവിനെ റസൂലിനെയും പിൻപറ്റാമെന്നും പറഞ്ഞ് ചില ആളുകൾ സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ആ ആളുകളെ പറ്റി അള്ളാഹ് പറയാണ്, പിന്നീട് കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നിടത്ത് അവരുടെ ഇഷ്ടങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു. അള്ളാഹ് പറയാണ്, എന്നാൽ ഇന്നമാ കാന മുഅ്മിനീകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത എന്താണ്? അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നായിരിക്കും അവരുടെ സ്വഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വളരെ ഗൗരവമായിട്ടാണ് അവിടെ സംസാരിക്കുക. ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് ആ മേഖല. കാരണം ഒരു കാലഘട്ടത്തിൽ ബുഖാരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചിരുന്നൊരു ജനത, ആ ജനതക്കൊക്കെ ഉണ്ടായ മാറ്റം നമ്മൾ ശരിക്കും ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വെക്കുന്ന ഒരു പ്രധാന പോയിന്റ് ഇതാണ്, നിരന്തരമായി ഖുർആൻ വായിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറങ്ങുന്നത് റമദാനിലാണ്. ഒടുവിലത്തെ ഗ്രന്ഥം ഇറങ്ങിയതും പരിശുദ്ധ റമദാനിലാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്, മാനവരാശിക്കുള്ള മാർഗദർശനമായിട്ട്, സത്യാസത്യ വിവേചന ഗ്രന്ഥമായിട്ട്. 2-ാം അധ്യായം 185-ാമത്തെ വചനം. ലോകർക്കാകമാനമുള്ള ദൈവീക ഗ്രന്ഥം അവതരിപ്പിച്ച ഘട്ടം. ഇപ്പൊ ഖുർആൻ ഇറങ്ങിയത് ലോകർക്ക് മാർഗദർശനമായിട്ടാണ്. ഈ ബോധം എപ്പോഴും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മുടെ ദൈവത്തൊക്കെ ഒന്നുകിൽ മുസ്ലിമീങ്ങളോട്, അല്ലെ നമ്മുടെ സംഘടനയിൽപ്പെട്ടവരോട്, അല്ലെ നമ്മുടെ സംഘടനകൾ തമ്മിലുള്ള ഖണ്ഡനങ്ങൾ, മണ്ഡനങ്ങൾ, ഇവിടെ കോടിക്കണക്കായ മനുഷ്യർ അവരെ കുറിച്ച് ഗൗരവമായ ചിന്ത ഇല്ലാന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഒറ്റപ്പെട്ട ചിന്തകളില്ല എന്നോ ചില കാലത്ത് ചില സംഘടിതമായ മുന്നേറ്റങ്ങൾ ഇല്ല എന്നൊന്നല്ല. ഒരു മുഅ്മിനിന്റെ മനസ്സിൽ സദാ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലല്ലേ. സൗദി അറേബ്യയിലുള്ള മുസ്ലിങ്ങളുടെ ദഅവത്തല്ല, വല തർബിയത്തും തസ്കിയത്തുമാണ്. എന്നാൽ ഇവിടെ ദഅവത്താണ്. ഉലിയ അഹ്ലൽ കിതാബി. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ മനസ്സ്. ഇപ്പോൾ പരപ്പനങ്ങാടി ആവട്ടെ, താനൂരാകട്ടെ, പരിസര പ്രദേശങ്ങളാകട്ടെ, ത്വാഹാ ബീച്ച്, എല്ലാ സ്ഥലത്തും ആ മുസ്ലിങ്ങളുടെ നാടാണ്.
അപ്പം അവരോട് ആദർശം എത്തിച്ചില്ലേ പടച്ചോന്റെ മുമ്പിൽ കുറ്റക്കാരാവുമല്ലോ. അവർ റമദാൻ ഇപ്പം നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനം, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷന്മാരും QHLS വരും, അതൊക്കെ ശരിയാണ്. ഡെയിലി ഖുർആൻ വായിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമറിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് എവിടെയാണെങ്കിലും, ഇപ്പം നമ്മുടെ മൊബൈലൊക്കെ ഏത് യാത്രയിലാണെങ്കിലും ഇന്ന് ഖുർആനുണ്ട്, അധ്യായമുണ്ട്, അമാനയുടെ പരിഭാഷയുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇതിൽ മക്തബത്ത് ഷാമിലുണ്ട്. വായിക്കാൻ അറിയുന്നവർക്ക് അനേക ഗ്രന്ഥങ്ങളുണ്ട്. പടച്ചോൻ്റെ അടുത്ത് എന്താ പറയുക, എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച് ഈ മൊബൈൽ. നമ്മളൊക്കെ പണ്ട് ഒരു ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും നമുക്കാർക്കെങ്കിലും വായിക്കാനോ എടുത്തുകൊണ്ടാനോ നടക്കുമോ? ഈ കുഞ്ഞി മൊബൈലിലാണ് ഈ കാണുന്ന ബിൽഡിംഗ് നിറയെ പുസ്തകം വെച്ചാലും അതിൻ്റെ 100 ഇരട്ടി പുസ്തകങ്ങൾ ഈ മൊബൈലിൽ നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അങ്ങനത്തെ ഒരു കാലത്ത്, പഴയ കാലം പുസ്തകം പേറി നടന്നും പഠിച്ച ആളുകളിൽ നിന്ന് ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് പടച്ചോനോട് നേമത്ത് വർദ്ധിച്ചതാണ്. നേമത്ത് ഒരിക്കലും കുറഞ്ഞതല്ല. ഇന്ന് നമുക്കുള്ള നേമത്ത് അല്ല 10 കൊല്ലം കഴിഞ്ഞാലുള്ള കുട്ടിക്കുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്ത് നമ്മളോടായിരിക്കും. റസൂലിന്റെ കാലത്തൊന്നും ഈ സംവിധാനങ്ങളൊന്നുമില്ല. സ്വഹാബത്തിന്റെ കാലത്ത് നബിയിൽ നിന്ന് തന്നെ അവർക്ക് ദീന് പഠിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഡെയിലി 3 ആയത്ത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഈ റമദാനെ സ്വീകരിക്കുമ്പോൾ, ശരിക്കും റമദാൻ അള്ളാഹു നമുക്ക് നൽകിയത് അമൻ ഷഹിദ മിൻകും വശഹർ ഫലിയസുംഹു എന്നുള്ളതാണ്. അതായത് റമദാനിൽ ആരാണോ ആ ഖുർആൻ അവതരിച്ച മാസത്തിന് ആരാണോ സാക്ഷി, അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നന്ദിയാണ്, ഖുർആൻ അവതരിച്ചതിന്റെ നന്ദിയാണ്. മൗലികം ഖുർആനാണ്. ആ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും. ഇപ്പൊ നമ്മളൊക്കെ ഒരു വീട്ടിൽ നിന്ന് വന്നവരാണ്. ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പം എൻ്റെ വീട്ടിലോട്ട് പോയി കൊലായി കിടന്നാൽ ആദ്യം കാണുന്ന ഒരു ലൈബ്രറിയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് നിറയെ പുസ്തകങ്ങളാണ്. ആ വീട്ടിലെ ഏത് റൂമിൽ കയറിയാലും എല്ലാ ചുമരിലും ലൈബ്രറി ഉണ്ട്. എന്തിനാണ്? മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ. എന്താ വിഷയം? അല്ല പറഞ്ഞാണ് ഒരു മുസ്ലിമിന്റെ വീട്. അല്ല പറയാണ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34-ാമത്തെ വചനമാണ്. ഈ ആയത്ത് തന്നെ മൗലികമായിട്ട് വായിച്ച എത്ര ആൾ നമുക്കിടയിൽ ഉണ്ടാവും? നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. അപ്പൊ നമ്മുടെ വീട്ടിൽ വായിക്കപ്പെടേണ്ടതും ഓർക്കപ്പെടേണ്ടതും, മേലെ റൂമിലിരുന്ന് മകൾ ഓർക്കേണ്ടത് ഈ ഖുർആനാണ്. പക്ഷേ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതല്ലെങ്കിൽ വേറെ ആധുനിക സംവിധാനത്തിലും ഒന്നെങ്കിൽ നമ്മുടെ മക്കൾ വൃത്തികെട്ട കാഴ്ചകളിലായി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വൃത്തികെട്ട പാട്ടുകളിലായി, അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ലോകം. ഒരുപാട് നമ്മുടെ ഒരു ലോകം തന്നെ വേറൊരു ലോകമാണ്. മേലെയുള്ള മകളുമായി അമേരിക്ക കഴിയുന്ന പോലെയാണ് താഴെയുള്ളമ്മ. ഒരു ബന്ധവുമില്ല. താഴെയുള്ള അമ്മക്ക് മുകളിലോട്ട് കയറാൻ കഴിയില്ല, മുകളിലുള്ള മകൾ താഴോട്ട് കയറുന്നില്ല. ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വന്ന് തിന്നുന്നത്. ഉമ്മ എല്ലാം കഴിഞ്ഞ് പോകും, ഭക്ഷണം അവിടെ വെക്കും, മകളെടുത്ത് എപ്പോഴെങ്കിലും തിന്നും പോവും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടൊന്നും. ശരിക്കും മുസ്ലിങ്ങളുടെ വീട് നമുക്ക് പറയാൻ പറ്റുമെന്ന് സംശയിക്കേണ്ടതുണ്ട് പല കാര്യത്തിലും. കാരണം സിനിമാ തിയേറ്ററിനേക്കാൾ മോശമല്ലേ ഓരോ വീട്. പണ്ട് ഒരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടാൽ വീട്ടിൽ ആ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ചൊന്ന് വീട്ടിലെ എല്ലാവരുടെ കയ്യിലും മൊബൈലിൽ എന്താ കിട്ടാത്ത പോൺ സൈറ്റ് ഉണ്ട്, എല്ലാ സിനിമകളും ഉണ്ട്. നമ്മുടെ വീട് വേശ്യാലയമാകുന്നുണ്ട്, കള്ളുഷാപ്പാകുന്നുണ്ട്. നമ്മുടെ വീട് ഹറാമിന്റെ കേന്ദ്രം, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള വീടായിട്ടാണ് മുസൽമാന്റെ വീട് മാറുന്നതെങ്കിൽ മറ്റുള്ളവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ചോദിക്കുന്നത്, അല്ലാഹ് ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 34-ാമത്തെ വചനത്തിൽ ഈ വദുക്കുർന മായുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, ഉമ്മാന്റെ ഓർമ്മകളിൽ ഖുർആനും സുന്നത്തും ഉണ്ടാകും. നമ്മളെ നയിക്കുന്നത് ഖുർആനും സുന്നത്തും ആകണം. നമ്മുടെ കിച്ചണിൽ ഒരു തക്കാളി അരിയുമ്പോഴും ഒരു വെണ്ട കട്ട് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ വചനമായിരിക്കണം, ദിക്റുകളായിരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും നമ്മുടെ വീടുകളിലില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. ശരിക്കും നമ്മുടെ മക്കളോട് കൃത്യമായി ഇതൊന്നും ചോദിക്കാതെ തന്നെ പറയാതെ തന്നെ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുന്ന മക്കള്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉതെടുക്കുന്ന മക്കള്, ഉതെടുത്ത് അതിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മക്കള്, മക്കളെ കയ്യിൽ സദാ ഖുർആൻ നിൽക്കുന്ന ഒരവസ്ഥ. ഭൗതികമായി പഠിക്കുമ്പോഴും ഇപ്പം നിങ്ങൾ തന്നെ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്കറിയാം, സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, വളരെ ഗൗരവമായി നമ്മൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കുന്നത്, അതിന് വലിയ പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഉമ്മത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ മാത്രം സ്കൂളിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്കൂളിൽ എന്താ അത്ര പ്രാധാന്യം ഉള്ളതെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ചോദിക്കുന്നത്, എന്താണ് പ്രാധാന്യം?
ഇപ്പൊ നമ്മൾ നോക്ക്, സ്കൂളത്തെ സബ്ജക്ട് ട്യൂഷൻ കൊടുക്കുന്ന എത്ര ആളുടെ മക്കൾക്ക്? അങ്ങനെ ട്യൂഷൻ കൊടുക്കുന്ന ഉമ്മമാരൊന്ന് കൈബന്ധിക്ക്. മക്കൾ ട്യൂഷന് പോകുന്ന, സ്കൂളത്തെ വിഷയത്തിന് ട്യൂഷന് പോകുന്നത് ഒന്ന് കൈബന്ധിച്ചോളി. ഇല്ല, ആരും പോകുന്നില്ല, എല്ലാവരും നല്ലോണം പഠിക്കും, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരാൾ ഇവിടെ ആണുങ്ങളൊന്ന് കൈബന്ധിച്ച് നോക്കി, കുട്ടികളെ ട്യൂഷന് പോകുന്നേ. ഓക്കെ, ശരി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദ്രസ പഠിപ്പിച്ച കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തൊരു ബാപ്പ ഒന്ന് എഴുന്നേറ്റക്ക്. ജീവിതത്തിൽ മദ്രസ പഠിച്ചുകൊണ്ടിരിക്കവേ ആ സബ്ജക്റ്റ് ട്യൂഷൻ കൊടുത്ത ഒരു ഉമ്മ കൈബന്ധിക്ക്. ഒറ്റ മുജാഹിദും ഭൂമിന്റെ ചോട്ടിൽ, ആകാശത്തിന്റെ ചോട്ടിലില്ല. പിന്നെ ബാക്കിയുള്ള കഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരൊറ്റ മുജാഹിദ്, ഒറ്റ മുജാഹിദ് മക്കൾക്ക് മദ്രസ ട്യൂഷൻ കൊടുത്ത് എൻ്റെ കുട്ടി മദ്രസ കൂടുതൽ പഠിക്കണം എന്ന് കരുതി. ഇത് മാത്രം മനസ്സിലാക്കിക്കോളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ചോദിച്ചോട്ടെ, മദ്രസ പോയാൽ ഒരു കുട്ടി മദ്രസ പോകുമ്പോൾ അത്ര ടെൻഷനില്ല. ഒരു കുട്ടി സ്കൂൾ പോയാൽ അവിടുന്ന് കഞ്ചാവ് കിട്ടും, ചിലപ്പോൾ കള്ള് കിട്ടും, ഇവിടുന്ന് കൊട്ടേഷൻ പാർട്ടി ഉണ്ട്, അവിടെ ഇല്ലാത്തൊരു തിന്മയില്ല. അങ്ങനെയാണ്. എന്നാലും അവിടേക്ക് കുട്ടികൾ പോയിട്ടില്ല, എന്തോ ഒരു ടെൻഷനാ നമുക്ക്, അല്ലേ? എന്താ, കഞ്ചാവിന് അടിമപ്പെടാത്തൊരു കുട്ടിയോ, പോടാ പോയി കഞ്ചാവ് വിളിച്ച് വാടാ എന്നുള്ള നിലക്കാണ്. സ്കൂളും കോളേജിൽ ഇത് കിട്ടുന്ന ഉറപ്പാണ് ഇപ്പൊ എല്ലാവർക്കും. എല്ലാ തിന്മയും കിട്ടാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, സ്കൂളും കോളേജും. എല്ലാ സ്കൂളും കോളേജും അല്ല. ഒരാൾ കള്ളുഷാപ്പ് പോയാൽ കള്ളിട്ടു, പെണ്ണിട്ടൂല. ഒരാൾ വേശ്യാലയത്ത് പോയാൽ പെണ്ണിട്ടു, കള്ളിട്ടൂല. എന്നാൽ കള്ളും പെണ്ണും ഒക്കെ കിട്ടും സ്കൂളിൽ പോയാൽ. സത്യമല്ലേ? ആണ്. 13 വയസ്സുള്ള കുട്ടീനെ ഗർഭിണിയാക്കാം സ്കൂളിൽ പോയാൽ. വേശ്യാലയത്തിൽ അതും നടക്കൂല. അപ്പൊ ഏറ്റവും മോശം എവിടെയാണ് ആകുന്നത്? പക്ഷെ ആരും ചിന്തിക്കാറില്ല. സത്യമല്ലേ? ആണ്. ഇന്നെല്ലാ ഹറാമും ഒന്നിച്ച് കിട്ടണമെങ്കിൽ സ്കൂളോ കോളേജിലോ പോകണം. നിങ്ങൾ പഠിച്ചോ, അവിടെ ഇല്ലാത്ത എന്ത് തിന്മയാണുള്ളത് നിങ്ങൾ എന്നോട് പറഞ്ഞോ. ടീച്ചർ 8ാം ക്ലാസ്സിലെ കുട്ടീനെ പ്രേമിക്കാം, കെമിസ്ട്രിന്റെ ടീച്ചർ. അത് അന്നത്തെ സ്കൂള്. കൊടുമ്പിരി കൊണ്ട പ്രേമം. ഏത്? 18 വയസ്സുള്ള ചെക്കനോട് 38 വയസ്സുള്ള തള്ളക്ക് 3 കുട്ടികളല്ലേ. അങ്ങനത്തെ കാലത്ത് അത് വാട്സപ്പും മൊബൈലും അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റമദാൻ, നമ്മൾ അഖില റമദാൻ നമുക്കൊരു ശീലമായിപ്പോ. ചര്യ നോമ്പാവുമ്പോൾ ഒരു അഖില റമദാൻ, ഒരു പള്ളി തുടച്ചിയാൽ, ഒരു പെയിന്റ് അടിക്കല്, കുപ്പായൊക്കെ കഴുകിയിടല്, ഇതൊക്കെ ശരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണെന്നറിയോ? ഇത് എല്ലാ കാര്യവും ഒരേ അവസ്ഥയിലായപ്പോൾ ചിലത് ഇങ്ങനെ മാറി നിന്നാൽ അതൊരു നന്മയായിട്ട് നമ്മൾ ഇങ്ങനെ കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുല്ലയൗമീൻ എന്താണ്? ഓനെ അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ് അവന്റെ ജീവിതം. ഓനെ എന്നും ഖുർആനായിട്ട് ബന്ധമുണ്ടാവും, എന്നും പേടിയുണ്ടാവും. അപ്പൊ മക്കളെ ഉപദേശിക്കുക, മക്കളെ നന്നാക്കുക, മക്കളുടെ കൂടെ ജീവിക്കുക എന്നിത്യാദി കാര്യമൊന്നുമില്ല. മദ്രസയിലെത്തി ബെഞ്ചിൽ കുട്ടി ഇരിക്കുമ്പോഴേക്ക് തന്നെ സ്കൂൾ ബസ് വന്ന്. അധിക മദ്രസയിലും അങ്ങനെ. എത്ര മിനിറ്റാ കുട്ടി സ്കൂൾ മദ്രസയിൽ ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സത്യമല്ലേ? നിങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ പറഞ്ഞു, പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുതെന്ന് പറഞ്ഞു. പക്ഷേ സൂറത്ത് ബഖറയിൽ 208-ാമത്തെ വചനമാണ്. ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മനസ്സ് നമുക്കൊക്കെ. അത് മാറാനുള്ള ഏറ്റവും നല്ല ഔഷധം ഖുർആന്റെ പഠനമാണ്. ഡെയിലി വായിക്കുക എന്നുള്ളതാണ് ഇതിലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി. 5 നേരം നിസ്കരിക്കും നമ്മൾ, ശരിയല്ലേ? സുബൈ ജമാഅത്ത് നഷ്ടപ്പെട്ട നമുക്കൊക്കെ ടെൻഷനാണ്. ലോറിസ്കാരം കിട്ടിയില്ല, ടെൻഷനാണ്. ലോറി ഖളായി പോയാലോ അത് വല്ലാത്ത ബേജാറാണ്, അല്ലേ? അങ്ങനെ ബേജാറുള്ളവരായി ഈ ഇരിക്കുന്ന എല്ലാവരും. ലോറി ഖളായാൽ ബേജാറാണ്. ഇന്ന് ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടില്ല എന്നത് ലോറി നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ദുഃഖത്തിന് കാരണമാകുന്നുണ്ടോ? എന്റെ ചോദ്യമാണ്. നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി. അല്ലാഹ് ഖുർആനിലെ 35-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറഞ്ഞ എന്താ? അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. സൂറത്തുൽ ഫാത്തിറിൽ എന്നും ഖുർആൻ ഓതുകയും 5 നേരം നമസ്കരിക്കുകയും രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്തൊരു കച്ചവടത്തിലാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോഴും റമദാൻ വരട്ടെ എന്ന് വിചാരിച്ചല്ലേ കാത്തിക്കുന്നത്. ശരിക്കും ഈ മാസം, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മാസം, നോമ്പ് കൊണ്ട് പ്രവാചകന് ധന്യമായിരുന്ന മാസമാണ്. ഖുർആൻ പാരായണം, റസൂലുള്ളാഹിന്റെ ഖുർആൻ പാരായണത്തെ പറ്റി പറയുന്നത് ഈ മാസം എല്ലാവരും ഖുർആൻ ഓതിക്കൊണ്ടാണ് സ്വഹാബത്ത് റമദാനിലേക്ക് കടക്കുക. അല്ലാണ്ട് റമദാൻ 1-ന് പള്ളിയിലെ ഖുർആൻ എടുത്ത് നോക്കുകയല്ല. ഈ റമദാൻ അവസാനിച്ച് അടുത്ത റമദാൻ വരുന്നവരെ ഖുർആനിൽ പൊടിയൊക്കെ പിടിച്ചു കിടക്കും. അങ്ങനെയല്ല, നിരന്തരമായി ഖുർആനുമായി ബന്ധമില്ലാത്ത ഒറ്റ ദിവസമില്ല. രാത്രി വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സൂറത്ത് മുൽക്കൊക്കെ നമ്മൾ ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം, മുഅബ്ബിദത്താനി ഓതണം. എന്നിട്ട് കയ്യിൽ ഊതി തടവി വലതു ഭാഗത്തെ ചരിഞ്ഞു കിടക്കണം. അങ്ങനെ ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും ധന്യമേ അല്ല നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. മൊബൈൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്.
മൊബൈൽ കണ്ടങ്ങനെ കൂട്ടുവായിട്ട് ആണ് മൊബൈൽ നമ്മുടെ കയ്യുമ്മ കൂടെ ചരിഞ്ഞ് തൽക്കാൻ്റെ അടിയിലവിടെ വീണ് കിടന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. ശരിക്കും ഇബ്ലീസിന് എത്രത്തോളം ഇഷ്ടമുള്ളൊരു ഉറക്കാണ് ആ ഉറങ്ങുന്നത്. കാരണം അല്ലാഹു പറയാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഒക്കെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. 17 അധ്യായം 36 വചനമാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ നമ്മൾ വുളൂ ചെയ്ത് ബോധപൂർവ്വം ഉറങ്ങണം. ബിസ്മിക റബ്ബി വളഅതു ജംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് വന്നാൽ അല്ലാഹുവേ നിന്റെ നാമത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതേ റസൂൽ വിരിപ്പിന്ന് എഴുന്നേക്കാൻ അല്ലാഹു ഭാഗ്യമിട്ടാൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹിയാന ബഅദ മാ മാതന വഇലൈഹി നുശൂർ. എപ്പോഴും അല്ലാഹനെ ഓർക്കുന്ന, അല്ലാഹുവിനെ വാഴ്ത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരികയാണ്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഊഴമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് ചെന്നപ്പോൾ അല്പം റൊമാൻറ്റിക്കിൽ ആയിഷ ബീവിക്ക് റസൂലിന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് കിടക്കാനുള്ള ആഗ്രഹം അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇന്ന് നിന്റെ ഊഴമാണ്, എനിക്കറിയാം. പക്ഷെ ആയിഷ നീ എനിക്ക് അനുവാദം തരികയാണെങ്കിൽ ഞാൻ നമസ്കരിക്കും, എനിക്ക് നമസ്കരിക്കണം. അള്ളാഹു 2 ഖുർആൻ വചനം ഇറക്കിയിട്ടുണ്ട് ആയിഷ, അതുകൊണ്ട് എനിക്കത് ഓതിക്കൊണ്ട് നമസ്കരിക്കണം. ഇതാണ് പ്രവാചക തിരുമേനി. ആയിഷ ബീവി പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല, നബിയുടെ മനസ്സ് ആയിഷ ബീവിക്ക് അറിയാം. അതുകൊണ്ട് അവർ പരിഭവവും പരാതിയും ഒന്നും പറഞ്ഞില്ല. ഒതെടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സ് മുഴുവനും ഈ ക്ലാസ്സിലേക്ക് ഇൻവോൾവ് ആകും. ആയിഷ ബീവി വെള്ളം കൊണ്ട് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതെടുക്കുന്നു. ഒതെടുത്തതിന് ശേഷം നബി കൈകെട്ടി നിസ്കരിക്കുകയാണ്. ഫാത്തിഹ ഓതി. പിന്നെ നബി ഓതുന്നത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ ആയത്ത് ആവർത്തിച്ചോതി നേരം പുലരുന്നവരെ, അതായത് സുബൈയുടെ തൊട്ടിപ്പുറം വരെ ഈ വചനങ്ങൾ മാത്രം ഓതി നബി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ ചാലിട്ടൊഴുകി താടി രോമങ്ങളിലൂടെ ജുപ്പക്കുപ്പായത്തെ നനച്ച് നബി കിബിലക്ക് അഭിമുഖമായി കിടന്നപ്പോൾ നബിയുടെ കൈത്തണ്ടയിലൂടെ കണ്ണുനീരൊഴുകിയിട്ട് മണലും നബിയുടെ ഡ്രസ്സുമൊക്കെ ഒരുമിച്ച് വേർപ്പിൽ മുങ്ങി, കണ്ണുനീരിൽ മുങ്ങി നിന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് തടവിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ കരയുന്നത്? എന്തെങ്കിലും ആരെങ്കിലും പ്രയാസപ്പെടുത്തിയോ? ആരെങ്കിലും ചീത്ത പറഞ്ഞോ? ആരെങ്കിലും കുത്തുവാക്ക് കൊണ്ട് അങ്ങയെ നോവിച്ചോ? അങ്ങക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ബിലാൽ, അള്ളാഹുവിൻ്റെ 2 വചനങ്ങൾ ആകാശഭൂമികളുടെ സെറ്റപ്പിലും. ശരിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നമ്മളിപ്പോൾ ഒരു മട്ടുപ്പാവിൽ ഇങ്ങനെ ഒരു ടെർപ്പിലൊക്കെ കയറി കിടന്നാൽ നക്ഷത്രങ്ങളൊക്കെ ഉള്ള ദിവസം ആകാശത്തേക്ക് നോക്കിയാൽ അരിമണികൾ വാരി വിതറിയ പോലെ നക്ഷത്രങ്ങളെ, മനുഷ്യന്റെ ചിന്തക്ക് ഉൾക്കൊള്ളാനാകാത്ത 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു കുടുംബം, അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഫണ്ട് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ആ വിഷയത്തിൽ കൊടുക്കുക. മാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലിയൻഫുസിക്കും. എന്തൊന്ന് നിങ്ങൾ ഖൈറായിട്ട് കൊടുത്താലും അത് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുക, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കൂലി. അപ്പൊ ആകാശഭൂമികളുടെ സിട്ടിപ്പിലും രാപകലുകളുടെ വ്യതിയാനങ്ങളിലും ലായാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും നമ്മളൊക്കെ എത്ര ആലോചിക്കാറുണ്ട് പടച്ചോന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച്? നമ്മൾ എത്ര കണ്ട് ആലോചിക്കാറുണ്ട്? ഓരോ മൈന്യൂട്ട് വിഷയങ്ങളിലും ചിന്ത 78 സ്ഥലത്താണ് അല്ലാഹു ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. 78 സ്ഥലത്ത്. 17 സ്ഥലത്ത് ഉലായിക്കും ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നല്ല പറയും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ പരിശുദ്ധ റമദാനിലെ വരവേൽപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടത് ഖുർആൻ എത്ര കണ്ട് പഠിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഖുർആനിലെ ടോപ്പിക്കുകളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ചു. അമാനമുലയുടെ തഫ്സീറിന്റെ ഒരു പ്രത്യേകത, ഓരോ അധ്യായത്തിലെ ടോപ്പിക്കുകളെ കുറിച്ച് അമാനമുല എഴുതുന്നു. ആ അധ്യായത്തിൽ ഇന്ന വചനങ്ങളുണ്ട്, ആ വചനത്തിന്റെ കണ്ടന്റ് എന്നതാണ്. അപ്പൊ നമുക്ക് അതിലെ മൊത്തത്തിൽ വിഷയം കിട്ടും. പിന്നെ സൈഡിലായിട്ട് വിഷയങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചു. എത്ര ആളുകൾ അത് വായിക്കാറുണ്ട്? കാണാറില്ല. അർത്ഥം നോക്കും, വ്യാഖ്യാനക്കുറിപ്പ് നോക്കും. അതല്ല, ഒരു അധ്യായത്തിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അതിന്റെ സഭ ആയിട്ട് ഇങ്ങനെ കൊടുത്തു, ഈ അധ്യായത്തിൽ ഇന്നെന്ന വിഷയങ്ങളാണുള്ളത് എന്ന് ആ അധ്യായത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചൊരു ശരാശരി വിവരം ഉണ്ടാക്കും. എത്ര ആളുകൾ അത് വായിച്ചിട്ടുണ്ടെന്നൊന്ന് പരിശോധിച്ച് നോക്കിയേ നിങ്ങൾ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ആ സമ്പാദ്യം എന്താണ്? അത് ഖുർആനിന്റെ ആയത്ത് എത്ര കണ്ട് അറിയാമെന്നുള്ളതാണ്. അല്ലാഹു പറയുന്നത്, ഒരാൾക്ക് വലിയൊരു കൊട്ടാരമുണ്ട്, ആ വീടിന്റെ മുറ്റത്ത് ഒരുപാട് കാറുകളുണ്ട്.
എല്ലാ ദുനിയാവിലെ സംവിധാനങ്ങളുണ്ട്, ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളുണ്ട്, അയാൾക്ക് ഒരുപാട് കാപ്പിത്തോട്ടമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം ഖുർആനാണ്. അതുകൊണ്ട് അവർ ആഹ്ലാദിച്ചു കൊള്ളട്ടെ. ഖുർആൻ എത്ര കണ്ടറിയാം, അതാണ് ആഹ്ലാദത്തിന്റെ മാനദണ്ഡം. 10-ാം അധ്യായം 58-ാമത്തെ വചനമാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. ആ ആയത്ത് നമുക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ആ ആയത്ത് മനസ്സിൽ കൊണ്ടിട്ട് ഒരു സെന്റ് ഭൂമി വാങ്ങാൻ പോകുന്ന ഒരാൾ ഒരു അധ്യായം പഠിക്കലാണ് ഒരു സെന്റ് ഭൂമി വാങ്ങുന്നതിനേക്കാൾ സമ്പാദ്യം എന്ന നിലയിൽ മനസ്സിൽ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? സൂറത്ത് ബഖറ നമുക്കറിയാം, ഏറ്റവും വലിയ അധ്യായമാണ്. 286 വചനങ്ങളാണ് അതിലുള്ളത്. ആ വചനത്തിലെ ഓരോ വചനങ്ങളിലൂടെ കടന്നുപോയാൽ അത്ഭുതങ്ങളാണ് അതിൽ. എന്തെല്ലാം ടോപ്പിക്കുകളാണ് അതിൽ അള്ളാഹു പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മളെ. അതിൻ്റെ തുടക്കത്തിൽ പരലോകത്തെ പറ്റി പറയുന്നു. ഖുർആനും അതിന് മുമ്പിറക്കിയ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നു. സത്യനിഷേധികളെ ഉപദേശിച്ചാൽ ഉപദേശിച്ചില്ലെങ്കിൽ കണക്കാണെന്ന് പറയുന്നു. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ സീല് വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇസ്ലാഹാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മുനാഫിക്കുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ അവരാണ് ഭൂമിയിലെ ഫസാദ് ഉണ്ടാക്കുന്നവരെന്നുള്ള പറയുന്നു. അള്ളാഹുവിനെ അവർ പരിഹസിക്കുകയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹ് അവരെ പരിഹസിക്കുകയാകുന്നു എന്ന് പറയുന്നു. സ്വർഗത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നു. പിന്നീട് ഇടിനാദത്തെക്കുറിച്ച്, മിന്നലിനെക്കുറിച്ച്, സത്യനിഷേധികളുടെ ഉദാഹരണത്തെക്കുറിച്ച്, ബൗദത്തിനെ പോലും അള്ളാഹ് ഉദാഹരിക്കാൻ മടിക്കില്ലെന്നതിനെ കുറിച്ച് പറയുന്നു 2-ാമത്തെ പേജിൽ. 3-ാമത്തെ പേജ് വരുമ്പോൾ അള്ളാഹു ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആദം നബി സ്വർഗത്തു നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചും 37 വരെയുള്ള 3-ാമത്തെ പേജ് പറയുന്നു. അത് കഴിഞ്ഞാൽ കുൽ ഹബിതു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും സ്വർഗത്ത് നിന്ന് ഇറങ്ങി പുറത്തു പോയിക്കോളി എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 48-ാമത്തെ വചനം അവസാനിക്കുന്നിടത്തുനിന്ന് ആ ഫിറഔനിന്റെ ചരിത്രത്തെക്കുറിച്ച് 4-ാമത്തെ പേജ് പരാമർശിച്ചുകൊണ്ട് കടന്നു പോകുന്നു. വൈദന ജൈനാക്കും മിന്നാലി ഫിറഔന യസുമൂനക്കും എന്ന് പറഞ്ഞു. പിന്നെ 60-ാമത്തെ വചനം എത്തുമ്പോൾ അവർക്ക് പയറ് വേണമെന്നും അതുപോലെ പച്ചക്കറികൾ വേണമെന്നും മന്നയും സെൽവയും അടുത്തു എന്നും ഒക്കെ പറയുന്നു. പിന്നീട് ഒരു പശുവിന്റെ പേരിൽ അവർ പരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ വേദഗ്രന്ഥങ്ങളെ തുച്ഛമായ വിലക്ക് വിറ്റതിനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നു. എണ്ണപ്പെട്ട ദിനങ്ങളിലാണ് ജൂത ക്രിസ്ത്യാനികൾ അഥവാ നരകത്ത് പോവുകയാണെങ്കിൽ ഇല്ല അയ്യാമ മഅദൂദ എന്ന് 80-ാമത്തെ വചനം മുതൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജൂതന്മാർക്ക് 1000 വർഷം ഈ ദുനിയാവിൽ ജീവിക്കാം എന്ന മോഹമുള്ളവരാണ് അവരെന്ന് പറയുന്നു. ഈ ദുനിയാവിൽ മറ്റെല്ലാ വിഭാഗത്തെക്കാളും ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അവര് ദ്വയാർത്ഥമുള്ള നിലക്ക് അഭിസംബോധന ചെയ്യുന്നതിനെ കുറിച്ച് സൂറത്ത് ബഖറയുടെ 104-ൽ പറയുന്നു. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് വലിയ വലിയ ഒരുപാട് വിഷയങ്ങളുടെ നീണ്ട ചരിത്രങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് തടുക്കുന്നവരെ അമൻ അളിലമ മിമ്മൻ മനഅ മസാജിദല്ലാഹ് എന്ന ഖുർആൻ വചനം പറഞ്ഞു പോരുന്നു. പിന്നീട് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് 124, 125 വൈദബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ, അതാണ് 124. അവിടുന്ന് ഇബ്രാഹിം എന്ന് പറഞ്ഞ് 133 കഴിഞ്ഞ് 34 അത് സമാപിക്കുമ്പോൾ അടുത്ത ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ സൂറത്ത് ബഖറയിലൂടെ കടന്നാൽ എന്തോരം രസമുള്ള സൂറത്ത് 50-ലെത്തി തിൽക്ക റസൂൽ പറഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങളെ വളരെ ബുലുവന്നക്കും നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുമെന്ന് 155-ലൂടെ പറഞ്ഞ് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, വലിയ വിഷയങ്ങളാണ്. അത് കഴിഞ്ഞു വന്നാൽ പിന്നെ ഹജ്ജിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞു വന്നാൽ നോമ്പിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ യുദ്ധത്തെ പറ്റി പറയുന്നു. സൂറത്ത് ബഖറയുടെ 183-ലെത്തുമ്പോഴേക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. 85 വരുമ്പോൾ അള്ളാഹു ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുന്നു. പിന്നീട് ഉഹില്ലലക്കും ലൈലത്ത സിയാം പറയുന്നു. പിന്നെ നമ്മൾ അതിലെ 186-ൽ കയറുമ്പോൾ വൈദാ സലക ഇബാദി അന്നി എന്ന വചനത്തിലൂടെ കടന്നു പോകുന്നു. അവിടുന്ന് നമ്മൾ 200-ലെത്തുമ്പോൾ പിന്നീട് വീണ്ടും ആ റബ്ബന ആതിനാ ഫിദ്ദുനിയ എന്ന ദുആയിലെത്തുന്നു. അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു ചരിത്രം വല്ലാത്തതാണ്. പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൻ്റെ നികല മേഖലകളെ ബന്ധപ്പെടുത്തുന്നു. പിന്നീട് ഇബ്രാഹിം നബിയുടെ ഒരു ചർച്ചയെപ്പറ്റി അള്ളാഹു പറയുന്നു. നമ്രൂദിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുന്നു. പിന്നീട് പിന്നെ ഉസൈർ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്ന് ആയത്തുൽ കുർസി വന്ന് ലാ ഇക്റാഹ ഫിദ്ദീൻ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സൂറത്ത് ബഖറയുടെ 172-ലെത്തുമ്പോൾ ലൈസ അലൈക ഹുദാഹുൻ വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാഉ പറയുന്നു. പിന്നെ അവിടുന്ന് 278-ലെത്തുമ്പോൾ പലിശ നിരോധിച്ചതായി പറയുന്നു. ആയത്തുൽ കുർസി വിവരിക്കുന്നു. പിന്നെ ഇങ്ങനെ തുടങ്ങി നമ്മൾ 285-ൽ വരുമ്പോൾ ആമന റസൂൽ വരുന്നു. 286-ലുള്ള അധ്യായം അവസാനിക്കുന്നു. വീണ്ടും അലിഫ് ലാം റാ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ, ശരിക്കും പറഞ്ഞാൽ 200 ആയത്താണ് സൂറത്ത് ആൽ ഇംറാനിലുള്ളത്. അവിടെ ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ്, വല്ലാത്തൊരു അധ്യായമാണ് അതൊക്കെ. പ്രശ്നെ
ആ 2 അധ്യായം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നായകനാകാൻ അത് മതി എന്നാണ് റസൂൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ അധികമൊന്നും പ്രസംഗിക്കുക, അതിനുള്ള ആരോഗ്യമല്ല. എൻ്റെ ആരോഗ്യത്തിൽ കവിഞ്ഞുള്ള പ്രസംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെ 2 പ്രസംഗമാണ്, നാളെ എനിക്ക് 3 പ്രസംഗമാണ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് കൂറ് പുലർത്താത്തൊരു ജീവിതം ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. പല വേദികളിൽ എനിക്കുണ്ടായ അനുഭവം, പല ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോയെന്ന് ആളുകൾ എന്നെ ചോദിക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. അതിന് കാരണം നമ്മുടെ ആളുകൾ ഖുർആൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്വന്തം ജീവിതത്തോട് അൽ ഖുർആനു റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാണ് ഖുർആൻ. ഉമ്മയും ഉപ്പയും ഒക്കെ ഖുർആൻ പഠിക്കുന്ന മക്കളെ ഒന്നുമില്ല, സുബൈ കഴിഞ്ഞ് കട്ടൻ ചായ കുടിക്കാനിരിക്കുമ്പോൾ ആ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലിരുന്ന് ബാപ്പയും ഉമ്മയും മക്കളും. ഒരു ദിവസം മകൻ ഓതി കൊടുക്കുക, വേറൊരു ദിവസം മകൾ ഓതി കൊടുക്കുക, ഒരു ദിവസം ബാപ്പ ഓതി കൊടുക്കുക, ഒരു ദിവസം ഉമ്മ ഓതി കൊടുക്കുക. അമാനയുടെ പരിഭാഷയിൽ ഏതെങ്കിലും ഒരു അധ്യായം ഡെയിലി വായിക്കും. ട്രെയിനിലൊക്കെ ഇരുന്ന് എത്ര വായിക്കാറിയോ? ഞാൻ ഒരുപാട് ആളുകൾ നോക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈലിൽ കളിക്കാൻ. വലിയ മനുഷ്യന്മാർ ചെറിയ ചെറിയ കളികളും വിനോദമൊക്കെ ആയിട്ടാണ് ട്രെയിനിൽ കഴിച്ചു. പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ട്രെയിൻ യാത്രയിൽ പുസ്തകമൊക്കെ വായിക്കായിരുന്നു. ഇന്ന് പുസ്തക വായനയൊന്നുമില്ല. അത്ഭുതം തോന്നിപ്പോകും നമുക്ക്. വിലപ്പെട്ട സമയം നിഅമത്താനി മഹബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്, അതൊന്നും ഇല്ലാത്തൊരവസ്ഥ. നോക്കൂ, നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ 2-3 കാര്യം കൂടി പറയും. അതിലൊന്ന് നമ്മൾ ഇന്ന് ഇച്ചിരി ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. 59-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിആ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അത് പറയും, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഖുർആൻ ഇറക്കിയെങ്കിൽ അത്രമേൽ ആവേശകരമായ കാര്യമാണ് ഖുർആൻ പറയുന്നത്. ശരിക്കും ഞാൻ ഇന്നലെ ഖുതുബയിൽ സൂറത്ത് യൂസുഫിൻ്റെ 4-5 ആയത്തായിരുന്നു എടുത്തത്. ശരിക്കും നമ്മൾ സൂറത്ത് യൂസുഫ് എത്രയോ കാലം വായിച്ചിട്ടുണ്ട് അല്ലേ? സൂറത്ത് യൂസുഫിൻ്റെ 4-5 നിങ്ങൾ വായിച്ചു നോക്ക്. ആരാകണം ഒരു ബാപ്പയെന്നും ആരാകണം ഒരു മകനെന്നും പഠിപ്പിക്കുന്ന 2 വചനം. അത് നമ്മൾ ആ വചനങ്ങൾ ഊതിപ്പോകും അല്ലേ? ഖുർആനിൻ്റെ ഇജാസ് അറിയണമെങ്കിൽ അതിൽ ഓരോ അതായത് ഒന്ന് വായിക്കുക, വീണ്ടും ഒന്ന് വായിക്കുക, അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കുക, അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കുക, എന്നിട്ട് കസേരയിലോ കിടക്കയിലോ ഒന്ന് കിടക്കുക, അല്ലെങ്കിൽ ഒന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ചാരി നിൽക്കുക, എന്നിട്ട് ആയത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിലൊന്ന് 12 മക്കളുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്. എന്നിട്ട് ഈ സാധാരണ നമ്മൾ വീട്ടിൽ ബാപ്പാനോട് സംസാരിക്കുന്നതിനേക്കാളും പെൺകുട്ടികളാണ് ഒരു തമ്മിൽ ഇത്താത്ത അനിയത്തി ഒക്കെയാണ് സംസാരിക്കുക. ഒരു റൂമിൽ ഒന്നിച്ചിരിക്കും, ബാപ്പാൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോയിട്ടായിരിക്കുക. ഉമ്മാൻ്റെ കൂടെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ലോകത്ത്. ഇന്ന് ഉമ്മയിപ്പനോടും വളരെ കുറച്ചേ സംസാരിക്കും. 10,000 വാക്ക് കൂട്ടുകാരോട് പറഞ്ഞാൽ 1000 വാക്കൊക്കെ ആയിരിക്കും ലൈഫിൽ തന്നെ ബാപ്പയായിട്ട് മക്കൾ സംസാരിച്ചിട്ടുണ്ടാകുക. ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരാൾ ബാപ്പയാണ്. കാരണം എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം പറയട്ടെ. യൂസുഫ് നബി ബാപ്പാനോട് പറയുന്നത് എന്താ? 11 നക്ഷത്രങ്ങളും പിന്നെ ഒരു സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ ആരാ സൂര്യൻ? ഇവിടെ ആരാ സൂര്യൻ? ബാപ്പയാണ്. ഇവിടെ ആരാ ചന്ദ്രൻ? ഉമ്മയാണ്. ഭയങ്കരം ഒരു ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. എത്ര കാലഘട്ടത്തിൽ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കണേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ അച്ഛനെ പറ്റി പാടുമ്പോൾ പാടുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൂര്യനായി തഴുകിത്തലോടുമൻ, ആ പാട്ടിട്ടുണ്ടോ? ആരാ? അച്ഛനാണത്. അച്ഛനെയാണ് എനിക്കിഷ്ടം. എത്ര സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്താണ് സൂര്യനെ, അച്ഛന് ബാപ്പാനെ സൂര്യനോട് ഒന്നിച്ച്. കാരണം സൂര്യന്റെ പ്രകാശമായിട്ട് പ്രകാശിക്കാനുള്ള വിധി മാത്രമേ ചന്ദ്രനുള്ളൂ. ഉമ്മതാണ്. വീട്ടിൽ ബാപ്പല്ലാത്ത സമയത്ത്, ഉമ്മ മാത്രമുള്ള സമയത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു എന്നാ എന്താ പറയുമ്മ? ഒരുവിടെ അല്ലട്ടോ, ഒരു വൈകുന്നേരം വരും, എന്നിട്ട് വന്നോളി നിങ്ങൾ. അതെന്താ? മക്കള് മാത്രം അല്ലെങ്കിൽ മക്കൾ പറയും ബാപ്പ ഇവിടെ അല്ലട്ടോ. അപ്പൊ മക്കൾക്ക് ബാപ്പാനെ പറ്റി പറയാം, ഭാര്യക്ക് ഭർത്താവിന്. അതെന്താ അങ്ങനെ ആ വീട്ടില്? ഇനി ബാപ്പയും ഉമ്മയുണ്ട്, മകനാണ് ആ വീടുണ്ടാക്കി, ആ വീട്ടിലാണ് വല്യാപ്പയും വല്യമ്മയായിട്ടാണ് താമസിക്കുന്നെങ്കിലോ എന്റെ കുട്ടി ഇവിടെ എല്ലാം വരട്ടെ എന്ന്. അതാ എല്ലാരും അതിലാ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് സൂര്യൻ. ചന്ദ്രൻ ആരാ? ഉമ്മയാണ്. മാത്രമല്ല ഈ സഹോദരന്മാരൊക്കെ ഉണ്ടായിട്ടും ബാപ്പാനെ തെരഞ്ഞെടുത്ത് എന്തുണ്ടാ യൂസുഫ്? ബാപ്പാനോടാണല്ലോ പറയുന്നത്. യാ ബത്തി, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതെന്താ? ബാപ്പാനോട് എന്തും പറയാന്നായിരുന്നു. ബാപ്പ ഒരു ഫ്രണ്ട്ലി ടോക്ക് നടത്താൻ പറ്റിയ ആളായിരുന്നു, സുഹൃത്തായിരുന്നു, ബാപ്പയായിരുന്നു. അങ്ങനെയൊന്നും ആകാൻ നമുക്കൊന്നും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു വശം. എന്നിട്ട് ഉടനെ തന്നെ ബാപ്പ മോനോട് പറയുന്നത് എന്താണ്? മോനെ, സംഗതി എങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ബീജത്ത് പറഞ്ഞ ആളുകളാണ് നിന്റെ കാക്കമാരൊക്കെ. പക്ഷെ ഓരോട് തൽക്കാലം എൻ്റെ കുട്ടി ഈ സ്വപ്നം പറയണ്ട. ഒരു ബാപ്പ ആരാന്നറിയോ? മക്കൾക്ക് കരുതൽ നൽകുന്ന ആളാ ബാപ്പ. മോനെ, ഈ സ്വപ്നം ഏതായാലും നീ കാക്കമാരോട് പറയണ്ട. എന്നിട്ട് എന്താ അവസാനിക്കുന്ന ആയത്ത് അവസാനിക്കുന്നത് ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. മോനെ, വ്യക്തമായ ശത്രുവാണ് മോനെ ഇബ്ലീസ്. ഇക്കാക്കാർക്ക് അസൂയ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ബാപ്പ പറഞ്ഞത് മോൻ കേട്ടില്ല. കാരണം ചെറിയ കുട്ടിയാണ്. ഇക്കാക്കമാരോട് സന്തോഷപൂർവ്വം അത് പറഞ്ഞു. അവരിൽ അസൂയ ഉണ്ടായി. ആദം നബിയുടെ 2 മക്കളിൽ ഒരാൾക്ക് ഒരാളോട് അസൂയ തോന്നിയതാണല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പൊട്ടക്കണൽ കൊണ്ടുപോയിട്ടു.
ബാപ്പ പറഞ്ഞു, മോൻ കേട്ടില്ല. ബാപ്പ മോനെ ഭാവിയിൽ ഒരു ദുരന്തം വരാതിരിക്കാനാ പറഞ്ഞു. ബാപ്പാനനുസരിച്ച്, കാരണം ലോകത്ത് നിബന്ധനയില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന രണ്ടാളേ ഉള്ളൂ, ബാപ്പയും ഉമ്മയും. മക്കൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലൊരു ബാപ്പ ഒരു മോളെയും കൊണ്ട് വന്നു. ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മോളും ഉണ്ട്. ഒരു കൊല്ലം മുമ്പ് കണ്ട പയ്യനായിട്ട് കൊടുമ്പിരി കൊണ്ട പ്രേമം. ഒരു കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ ഓനൊരു കത്തയച്ചു. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ബാപ്പ ഫോൺ പിടിച്ചു വെച്ചപ്പോൾ ഓനൊരു കത്തയക്കാണ്, ഞാൻ 2 വീലറിൽ വരും, നീ ചാടി പോരണം എൻ്റെ കൂടെ, ഞാൻ നോക്കിക്കോളും നിന്നേന്നാണ്. അപ്പം ഞാൻ ആ പെൺകുട്ടിനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ ചോദിച്ചു, ഇതാരാ? അതിൻ്റെ അമ്മയാണ്. നിനക്കെത്ര വയസ്സായി? എനിക്ക് 22 വയസ്സായി. അപ്പം 22 കൊല്ലം നിന്നെ സ്നേഹിച്ച, പിന്നെ ഒരു 10 വർഷം കൂടി നിന്നെ ഗർഭപാത്രത്തിലിട്ടെ ഉമ്മയാണ് ഇരിക്കണത് അല്ലേ? 22 കൊല്ലം നിബന്ധന ഇല്ലാതെ സ്നേഹിച്ച ഉമ്മാന നിനക്ക് വേണ്ട. 22 കൊല്ലം നിനക്ക് വേണ്ടി പെടാപാട് പെട്ട വാപ്പാന നിനക്ക് വേണ്ട. ഒരു കൊല്ലം കണ്ട ഒരു മനുഷ്യനെയാണ് നീ സ്വീകരിക്കുന്നത്. ഇതിൽ എന്ത് ബുദ്ധിയാണ് നിനക്ക് വർക്ക് ചെയ്യുന്നത്? ഓൻ ചതിക്കുകയോ ചതിക്കൂലോ ഒന്നും അറിയില്ല. വാപ്പയും എന്തായാലും ചതിക്കൂല മക്കളെ. അങ്ങനെ ഒരു ചരിത്രമില്ല ശരിക്കും. അപ്പം മക്കളൊക്കെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യൂസുഫ് ഇങ്ങനെ വായിച്ചു പോരുമ്പോൾ ഒരു ബാപ്പാന്റെ കരുതലാണ്. പിന്നെ എന്താണ്, യൂസുഫിനെ കൊണ്ടുപോയി പൊട്ടക്കറിലിട്ടപ്പോൾ ആ ബാപ്പ മക്കളോട് പറയുന്നത് എന്താണ്? ഞാൻ ഇതിൻ്റെ പേരിൽ നിങ്ങളായിട്ട് കത്തിയായിട്ടൊന്നും എടുക്കണില്ല, നിങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കണില്ല, നിങ്ങൾ എൻ്റെ മക്കൾ തന്നെ. നിങ്ങൾക്ക് കാലബൽ സവ്വലത്തുലക്കും അംഫുസക്കും അമ്ര, എന്തോ നിങ്ങൾക്ക് ഇബ്ലീസ് തോന്നിച്ചു, നിങ്ങളത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കുകയാണ്. പിന്നെ എൻ്റെ വേദനകളൊക്കെ ഞാൻ അള്ളാഹിനോട് പറയുകയാണ്. നോക്കൂ, 18-ാമത്തെ വചനമാണ് സൂറത്ത് യൂസുഫിലെ 12-ാം അധ്യായം. അതും കഴിഞ്ഞ് പിന്നെ മക്കൾ ഒന്നിച്ച് യൂസുഫുള്ള ഒന്നും അറിയില്ലല്ലോ സംഭവം, ഒരു കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ വാപ്പ വീണ്ടും ഇടപെടുകയാണ്. നിങ്ങളൊരു നബീൻ്റെ മക്കളാണ്, യൂസുഫ് എന്ന സൗന്ദര്യവാനായ അനുജൻ്റെ സഹോദരങ്ങളാണല്ലോ. അതുകൊണ്ടൊക്കെ അവരൊക്കെ ഹൈറ്റും വെയിറ്റും ഉള്ളവരായിരുന്നു, സുന്ദരന്മാരായിരുന്നു. അവർ ഒന്നിച്ച് കയറിയ കണ്ണേർ തട്ടും. അതുകൊണ്ട് വാപ്പ പറയാണ്, ഒറ്റ വാതിലൂടെ കയറരുത്. എന്തിനായിരിക്കും ഒരു വാതിലൂടെ കയറരുത് എന്ന് പറഞ്ഞ്? ഓരോ മക്കളും തന്നെ 150 കിലോ ഉള്ള തടിച്ച വണ്ണുള്ളായതുകൊണ്ടാ? അല്ല, പിന്നെന്താ? നിങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആളുകൾ കണ്ടിട്ട് കൗതുകം കൂറും, അപ്പം നിങ്ങൾക്ക് കണ്ണേറ് തട്ടും. മനസ്സിലായില്ലേ? മർക്കസ് ദവക്കാർക്ക് മാത്രമേ ഖുർആൻ തിരിയാത്തുള്ളൂ, ഓൽക്കിട്ട് തിരിയേയില്ല. മനസ്സിലായോ? ഈ നാട്ടിലെ അമുസ്ലിങ്ങൾക്ക് തിരിഞ്ഞ ഖുർആൻ വചനം പോലും തിരിയാത്ത കൗമാണോ? മനസ്സിലായോ? മിമ്പറിൽ കയറിയുണ്ടതും കാര്യമില്ല. ഞാനിത് പറയുന്നത് വളരെ ബോധപൂർവ്വമാണ്, നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. സൂറത്ത് യൂസുഫ് വായിച്ചാൽ കണ്ണേറുണ്ടെന്ന് മനസ്സിലാകാത്തവൻ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല ദീന്. അല്ലേ നിങ്ങൾ പറ, ഒറ്റ വാതിലൂടെ മുഴുവൻ മക്കളോട് ഒന്നിച്ച് പോകരുത് എന്ന് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ പറ, വേറൊരു കാരണം പറ. വേറെ എന്തുകൊണ്ട് ഈ ആയത്തിന് മഹാമുഫസ്സിരീങ്ങൾ കണ്ണേറ് തട്ടാതിരിക്കാനാണ് എന്തിനു പറഞ്ഞു? വേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരികളായ 5 പെൺകുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അവരൊന്നിച്ച് അണിഞ്ഞൊരുങ്ങി ഒരു അങ്ങാടി കൂടെ അവർ ഒന്നിച്ച് ചേർന്ന് നടന്നാൽ കണ്ണേറ് തട്ടുമല്ലേ? നിങ്ങൾ പറ. ആളുകൾ നോക്കുമല്ലേ? എന്താടാ നോക്കടാ, ആചാര മക്കൾ നോക്കടാ, എന്താടാ മക്കൾ? അതെ, അത് ഉണ്ടാവാതിരിക്കാനാ, അത് മനസ്സിലാക്കണം. ദീന് മനസ്സിലാക്കണം, ഖുർആൻ മനസ്സിലാക്കണം. അതാണ് സൂറത്ത് യൂസുഫിൽ നമ്മൾ പിന്നെ കാണുന്നത്. സൂറത്ത് യൂസുഫിൽ ഒരു അത്ഭുതം കൂടിയുണ്ട്. അതിനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയാണ്. സ്വന്തം ജ്യേഷ്ഠന്മാരെ പൊട്ടക്കിണറിലിട്ട് തകർക്കാൻ ശ്രമിച്ചിട്ട് ആ ആളുകളെ തൻ്റെ കാൽക്കീയിൽ കിട്ടിയപ്പോൾ മഹാനായ യൂസുഫ് നബി പറയണത് എന്തറിയോ? അത് വല്ലാത്തൊരു വാക്കാ. യൂസുഫ് നബി പറയണത് എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം കുത്തുവാക്കുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നില്ല. ഇന്ന് പ്രതികാരമില്ല, ഇന്ന് തിരിച്ച് നടപടിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടാം. നമ്മളാണെങ്കിലോ നമ്മളെ പൊട്ടക്കണ്ടിടാൻ ശ്രമിച്ചവരെ എല്ലാ അധികാരത്തോടു കൂടി കിട്ടിയാൽ നമ്മൾ തിരിച്ച്. അപ്പോൾ സൂറത്ത് യൂസുഫ് നമ്മളെ വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. സൂറത്ത് യൂസുഫിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നും അതിൻ്റെ 101-ാമത്തെ വചനം. ഞാൻ എന്തിനെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ റമദാനെ സ്വീകരിക്കുന്നവരോട് നമ്മൾ ഈ അഖില റമദാൻ നടത്തി എന്നുള്ളത് കൊണ്ടൊന്നും ഒരു മെച്ചമില്ല. മറിച്ച് നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുന്നത്, ഖുർആനിനെ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഈ 30 ദിവസം വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളിലൂടെ ഒരധ്യായം തിരഞ്ഞെടുത്ത് ഈ 30 ദിവസം കൊണ്ട് അത് അർത്ഥസഹിതം പൂർത്തിയാക്കും നിങ്ങൾ തീരുമാനിച്ചാണ്. സൂറത്ത് മുൽക്കിൽ 30 ആയത്താണ്. എളുപ്പം ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് മുൽക്കിൽ 30 ആയത്താണ്. ഒരു ദിവസം ഒരായത്ത് പഠിക്കും നിങ്ങൾ തീരുമാനിച്ചാൽ 30 ദിവസം. എന്നാലും കൂലിയ. അലിഫ് ലാം മീം. അലിഫ് ഒരു അറഫാണ്, ലാം ഒരു അറഫാണ്, മീം ഒരു അറഫാണ്. 3 ആയത്ത് പഠിച്ചാൽ 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. ഒരു ദിവസം 3 ആയത്ത് പഠിച്ചാൽ 6 വർഷം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് അർത്ഥസഹിതം പഠിച്ചു കഴിയും. നമ്മൾ എത്ര കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, എത്രയോ പഠിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കുന്നു, മൊബൈൽ പഠിക്കുന്നു, മൊബൈലിലെ എല്ലാ ഓപ്ഷൻ നമ്മൾ പഠിക്കുന്നു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഇന്ന് അധ്യായം ഇപ്പം സൂറത്ത് മുജാദല എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എത്ര പേർക്കറിയാം? തർക്കിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിലെ 58-ാം അധ്യായമാണ് സൂറത്ത് മുജാദല. 22 വചനം അതിലുള്ളത്, 22 വചനം. ആ സൂറത്ത് മുജാദല ഒന്ന് പഠിച്ചു നോക്ക്. സ്ത്രീയുടെ പ്രാധാന്യം, ഭർത്താവിൻ്റെ പേരിൽ തർക്കിച്ച ഒരു പെണ്ണിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അധ്യായം അത്. എന്നിട്ട് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് സൂറത്ത് നിസാ വായിച്ചു നോക്കിയങ്ങൾ.
സൂറത്ത് നിസാ മാത്രം വായിച്ചാൽ സ്ത്രീകൾക്ക് മനസ്സിലാവും ഖുർആനോളം സ്ത്രീ സമൂഹത്തെ അംഗീകരിച്ചൊരു ഗ്രന്ഥം ലോകത്ത് വേറല്ല. പക്ഷെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ അറിയാം ഖുർആനിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. അങ്ങനല്ല, അള്ളാഹു നമ്മളോട് സംസാരിക്കുക വേണ്ട. നമ്മുടെ മൊബൈലിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളൊരു മെസ്സേജ് അയച്ചാൽ നിസ്കാരം പെട്ടെന്ന് സലാം വീട്ടി നമ്മളത് നോക്കൂലേ? അള്ളാഹുവിൻ്റെ വചനാണ് ഖുർആനിലുള്ളത്. എനിക്കതാണ് വിഷമം. മുസ്ലിം ഉമ്മത്ത്, ഈ പണ്ഡിതന്മാർ പോലും ഖുർആൻ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ കേരളത്തിൽ കുറവാണ്, എത്രയോ കുറവാണ്. തൊള്ളപടായി ഇങ്ങനെ വിടും അല്ലേ? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് പറയുന്നത്, പരിശുദ്ധ റമദാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഖുർആനിൽ ഇന്ന് തന്നെ കയറണം, ഇന്ന് രാത്രി തന്നെ ഖുർആൻ പഠിക്കാനിരിക്കണം. 3 ആയത്തെന്ന് വായിച്ച് അർത്ഥം നോക്കിയിട്ടേ ഞാൻ കിടക്കൂന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രതിജ്ഞ ചെയ്യാം. ആ വദുക്കുർന മാ യുത്ലാ ഫീ ബുയൂത്തികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ വായിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 34-ാമത്തെ വചനം വായിച്ചാൽ, അപ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ റബ്ബ്, നമുക്ക് എന്താണ് അതുമായി ബന്ധം? ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഖുർആൻ ഇറക്കിയതെങ്കിൽ ഭയപ്പാട് നിമിത്തം അത് പൊട്ടിപ്പോകുമായി എന്ന് പറഞ്ഞാൽ അത്രയും ഡെപ്തിലുള്ള കാര്യമാണ് അള്ളാഹു പറയുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം 24-ാമത്തെ വചനം. അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അവരെന്താ ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തതെന്ന് അള്ളാഹു ചോദിക്കണം. അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കണ്ടേ? ഖുർആനിനെ കുറിച്ച് അവരെന്താ ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? സൂറത്ത് ഖമർ എന്ന് പറഞ്ഞ അധ്യായം 54-ാമത്തെ അധ്യായമാണ്. അതിലെ 17-ാമത്തെ വചനം, അതിലെ 22-ാമത്തെ വചനം, അതിലെ 30-ാമത്തെ വചനം, അതിലെ 40-ാമത്തെ വചനം ഒരേ ആയത്താ. 4 ആയത്തിന് പകരം ഒരായത്ത് പഠിച്ചാൽ മതി, ഈ വചനവും പഠിച്ചാൽ മതി. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, അല്ലാഹു ചോദിക്കുകയാണ്, ഖുർആൻ വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാണോ? 54-ാം അധ്യായം സൂറത്ത് ഖമറിൽ 17 ഈ ആയത്താണ്, 22-ലും ഇതേ ആയത്താണ്, 32-ലും ഇതേ ആയത്താണ്, 40-ാമത്തെ വചനത്തിൽ ഇതേ ആയത്താണ്. ഇപ്പൊ സൂറത്ത് റഹ്മാൻ നമുക്കൊക്കെ വലിയ ഇഷ്ടമുള്ള അധ്യായം, 55-ാം അധ്യായം. 31 തവണയാണ്. ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ 31 ആയത്ത് പഠിച്ചു. 31 ആയത്താ അത്, 31 ആയത്താ മനപ്പാടാകുന്ന ഒരായത്ത് പഠിച്ചാൽ അത്ഭുതമല്ലത്. വൈലു യൗമൈദിലിൽ മുക്കദ്ദിബീൻ, ആ അധ്യായം 10 തവണയാണ് പറയുന്നത്. 10 ആയത്താ പഠിക്കുന്നത്. ആ 10 ആയത്ത് ഓതിയ 10 ആയത്തിന് സെപ്പറേറ്റ് കൂലിയ. കാരണം 10 സെപ്പറേറ്റ് ആയത്താ. ചിന്തിക്കേ, നമ്മൾ എത്ര പഠിക്കുന്നു അത്. ഹദീസുകൾ നമുക്ക് എത്ര മനപ്പാടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഹദീസും പഠിക്കണം എന്നല്ല പറഞ്ഞല്ലോ. എത്ര ഹദീസ് ഗ്രന്ഥം നമ്മുടെ വീട്ടിലുണ്ട്. അമാനുവലിന്റെ പരിഭാഷ ഉണ്ടാവും. ചില വീട്ടിലൊക്കെ 8 വോളിയുണ്ട്. പക്ഷെ അതിന്റെ ഔട്ടിലുള്ള പ്ലാസ്റ്റിക്കിലെ കവർ അതുപോലും പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ കൊണ്ടുവച്ചതാ. ഇവിടെ ഇതൊക്കെ ഉണ്ടിട്ടോ കണ്ടോളീൻ. എന്താ കാര്യം? ഇവിടെ ഇതൊക്കെ ഉണ്ടിട്ടോ കണ്ടോളീൻ. അങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഭരിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പം അദ്ദേഹം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തൊരു കുഞ്ഞു റൂം, അവിടെ ഒരു മേശ, കുറേ കിതാബുകൾ പഴക്കം ചെന്നിരിക്കുന്നു. അതിലൊക്കെ അദ്ദേഹം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആ പുസ്തകം കണ്ടറിയാം പല ആ ഗ്രന്ഥം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. കാരണം എന്താ, വായിച്ച പുസ്തകത്തിന് പ്രത്യേകത ഉണ്ട്, അത് കേടുവരും. എൻ്റെ പേജ് കേടുവരും, കളർ വ്യത്യാസം വരും. കാരണം വായിക്കുന്നുണ്ടാ. അല്ലെങ്കിലോ ഒരൊറ്റ പേജും തൊട്ടിട്ടില്ലെങ്കിലോ ആ പ്രിന്റ് എടുത്ത കാലത്ത് അതേ മണം ആ പുസ്തകത്തിന് 100 കൊല്ലം കഴിഞ്ഞാലുണ്ടാവും. അതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. എന്താ, വീട്ടിൽ പുസ്തകം ഉണ്ട്, വായിക്കാറില്ല. പുസ്തകമൊക്കെ പോയിട്ട് വാങ്ങും, വായിക്കില്ല. കാരണം അല്ലാഹ് നമ്മളോട് ആദ്യം പറഞ്ഞ എന്താ അറിയാം, റമദാനിൽ വായിക്കുന്ന, നിസ്കരിക്കുന്നല്ല, നോമ്പൊലിക്കുന്നല്ല, സക്കാത്ത് കൊടുക്കുന്നല്ല, ഇഖ്റ, വായിക്കൂ വായിക്കൂ വായിക്കൂ. അതാണ്. എം.എൻ. റോയ് എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരനുണ്ട്. എം.എൻ. റോയ് പറയാണ്, മുസ്ലിങ്ങളുടെ വായന എന്നെ അത്ഭുതപ്പെടുത്തി. ഏതുപോലെയായിരുന്നു അത്? തേനീച്ചകൾ പുഷ്പങ്ങൾ തേടി തേൻ ശേഖരിക്കാൻ പോകുന്ന പോലെ 40 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്നാണ് 1/2 ലിറ്റർ തേനീച്ചകൾ ഉണ്ടാക്കിയിരുന്നത്. 40 ദശലക്ഷം പുഷ്പങ്ങളിൽ. എം.എൻ. റോയ് പറയാണ്, അതുപോലെയാണ് എവിടെ പുസ്തകമുണ്ടോ അത് തേടി മുസ്ലിങ്ങൾ പോയിരുന്നു എന്ന് എം.എൻ. റോയിയാണ് പറയുന്നത്. എന്തിനധികം എന്നറിയോ? ഇബ്നു ഖൽദൂൻ ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ ഒരു കാര്യം പറയുന്നു. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്ന ഒരു ഓദറുടെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ, ആ ടോപ്പിക്കിൽ 100 പുസ്തകം ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ അത് ശേഖരിക്കുമായിരുന്നു. വായനയോടുള്ള ഒരു തരം ലഹരിയെ. 32 വോളിയൊക്കെ ജയിലിരുന്ന് എഴുതിയ ആളുകൾ കിണർ വീഴ്ചിട്ട് അതിൽ ജയിലൊരുക്കി അവിടെ 2 വോളിയം ഗ്രന്ഥങ്ങൾ രചിച്ചാൽ എന്തെല്ലാം നിലക്കുള്ള പഠനങ്ങൾ. അത്താഅ് ഇബ്നു റബാഹ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസത്തെ 3-8 മണിക്കൂർ, 24 മണിക്കൂർ, 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രമേ ഇരുന്നു, 8 മണിക്കൂർ ഇബാദത്തിന് വേണ്ടിയിരുന്നു, 8 മണിക്കൂർ ജീവിതത്തിന്റെ മറ്റു മേഖലകൾ ഉപയോഗിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ സമയം ഫലപ്രദമായി ഉപയോഗിച്ച കൂലി കിട്ടിയ അദ്ദേഹത്തിന്. നമ്മളൊക്കെ എത്ര സമയമാണ് വേസ്റ്റ് ആക്കുന്നത്? സത്യത്തിൽ എത്ര സമയമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
ഇപ്പം ഇന്ന് ഏറ്റവും തിരക്കുള്ളൊരു ദിവസമായിരുന്നു എനിക്ക്. നാട്ടിൽ പോലും എത്താൻ കഴിയാതെ പാതി വഴിയിൽ അത്രേ യാത്ര ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കിടന്ന് സുബഹിസ്കരിച്ചിട്ടാണ്. പക്ഷേ ആ സുബഹിസ്കരിച്ച് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു 20 ഖുർആനിക വചനം നോക്കിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് അല്ലാഹ് നമ്മളോട് പറയാണ് ഇതിനോളം വലിയൊരു നിഅമത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് പറയുമ്പോൾ നമുക്ക് വിട്ടേച്ച് തന്ന 2 കാര്യം, തറക്തു ഫീക്കും അംറൈനി ഷഹ്റൈനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഈ 2 കാര്യത്തോട് കൂറ് പുലർത്തുകയും അതിനെ സച്ചരിതരായ ആളുകൾ മനസ്സിലാക്കി തന്ന പോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിജയം. വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. പൂർവികരെ പിൻപറ്റുന്നതിലാണ് എല്ലാ ഖൈറും എല്ലാ നന്മയും കുടികൊള്ളുന്നത്. പിൽക്കാലക്കാരുടെ വാക്കശ്രത്തുകളുടെ പിന്നാലെ പോകുമ്പോൾ നഷ്ടമാകുന്നത് ഒരു പരലോകമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 115 എന്ന് പറഞ്ഞത്, വമൻ യുശാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. തിരിഞ്ഞിടത്തേക്ക് അല്ലാഹു തിരിച്ചുവിടും. നിഷേധ സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ നിഷേധം വർദ്ധിക്കുകയേ ഉള്ളൂ. ഒരിക്കലും അനുസരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അനുസരണ സ്വഭാവമാണോ നമുക്ക്, തീർച്ചയായും അതൊരു വലിയ വിജയത്തിൽ നമ്മളെ എത്തിക്കും. ഇനി ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തരും, ഇപ്പൊ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നിന്ന് സംശുക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ പടിഞ്ഞാറത്തറയിലെ നമ്മുടെ ഇന്ന പ്രവർത്തകൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. എന്തോ ഒരു ചുറുചുറുക്കുള്ള പ്രവർത്തകനായിരുന്നു അറിയും. പെട്ടെന്ന് മുഖത്ത് ക്യാൻസർ ബാധിച്ചാണ്, ചുണ്ടുകളിലും താടിയുടെ ഉള്ളിലുമൊക്കെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിൻ്റെ ഒരു വക്കത്ത് അദ്ദേഹം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. പെട്ടെന്നാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അത്ഭുതകരമാണ് ഇന്നത്തെ രോഗം, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന് 3.5 ലക്ഷം രൂപ കടണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കാസർഗോഡായിരുന്നു ഇന്നലെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, കാരണം അദ്ദേഹം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്യാൻസർ വന്നു എന്നുള്ളതിലൊന്നും എനിക്ക് ദുഃഖമല്ല, എനിക്ക് കടമുണ്ട്, എൻ്റെ മയ്യത്ത് വെച്ചിട്ട് ഈ കട ഏറ്റെടുക്കാൻ പറ്റിയ മക്കളല്ല എനിക്ക് എന്നാണ് അദ്ദേഹം സങ്കടപ്പെടുന്നത്. ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ വീട് ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറി സിദ്ദീഖായിരുന്നു, ഞാനും സിദ്ദീഖായിരുന്നു, ഞാൻ പ്രസിഡന്റും അദ്ദേഹം സെക്രട്ടറിയായിരുന്നു. അദ്ദേഹം ഷട്ടിൽ കളിച്ചിട്ട് കസേരയിൽ ഇരുന്നതാണ്, ചരിഞ്ഞു വീണ്ടും മരിച്ചു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തളർന്നു വീണു. ഇന്ന് കോമയിൽ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. എൻ്റെ സുഹൃത്ത് ബഷീർ പോലീസുകാരൻ ചെറുപ്പക്കാരനായിരുന്നു, തളർന്നു വീണു മരിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത്. ഇപ്പം ഈ മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യമാരോടും മക്കളോടും ഒക്കെ പറയുന്നൊരു കാര്യം, അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിയതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണം, നാളെ ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ച്. നിങ്ങൾ ആരെ മരണവും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. എൻ്റെ മരണം അള്ളാഹ് നിശ്ചയിച്ചെങ്കിൽ എന്തെല്ലാം ബാധ്യതകളുണ്ട്, ഒരുപാട് കടബാധ്യതകൾ, സമൂഹമായിട്ടുള്ള ബാധ്യതകൾ, ഒരുപാട് ആളുകളോട് പൊരുത്തപ്പെടി എന്തൊക്കെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് മരണം നിശ്ചയിച്ചത് എപ്പോഴാണ് നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മൾ ഈ നമ്മുടെ നോമ്പിലേക്ക് വരുന്നു, വലിയ ആഹ്ലാദത്തിൽ ഇതൊക്കെ കഴിഞ്ഞുകൂടുന്നു വിചാരിക്കുന്നത്. എത്ര ആളുകൾ ഹോസ്പിറ്റലുണ്ടെന്ന് അറിയോ? അപ്പം മെനയാന്ന് വിളിച്ചിട്ട് എൻ്റെ ഒരു ചെറിയ പെങ്ങളുണ്ട് കൊച്ചിയിൽ. അപ്പോൾ അളിയൻ പറഞ്ഞു, വളരെ ഗുരുതരമായി. എൻ്റെ ചെറിയ പെങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് പിന്നെ ജീവിച്ച ആളാണ്. 3 മാസം അബോധാവസ്ഥയിൽ കോമയിൽ കിടന്നിട്ട് മിംസിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരാരാണ്. അപ്പോൾ അവൾക്ക് വലിയൊരു സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുലേക്കുള്ളൊരു യാത്ര. ആ യാത്ര എപ്പോഴായിരിക്കുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ അത് സമാധാനത്തോടുകൂടി മരിക്കണമെങ്കിൽ ശരിക്കും നമുക്കൊരു കാര്യബോധം ഉണ്ടാവണം. ഇല്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സൂറത്ത് അങ്കബൂത്താണെന്ന് തോന്നുന്നു, ഞാൻ ഇങ്ങനെ സൂറത്ത് ഖസസാണെന്ന് തോന്നുന്നു, ഇതിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് അതിലൊരു ചോദ്യമാണ്. അള്ളാഹു ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, അതല്ല, ഒരിക്കലും നിങ്ങൾക്കറിയാത്ത മരണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഭയപ്പാടുണ്ടാക്കുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? നിങ്ങൾക്കൊരിക്കലും നിർവചിക്കാനാവാത്ത, സമയം നിശ്ചയിക്കാത്ത മരണം നിങ്ങളിലേക്ക് കടന്നു വരും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭയപ്പാടില്ലേ എന്ന്. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിച്ചു, റമദാന് വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു പ്രസംഗമായത്. ഈ റമദാൻ്റെ തലേ ദിവസം മരിച്ചാലോ, റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് മരിച്ചാലോ നമ്മുടെ അവസ്ഥ? കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പമുള്ള പലരും ഇല്ല, ഒരുപാട് ആളുകൾ പ്രഗത്ഭരായ ആളുകൾ. അപ്പം നമുക്ക് എം എം മദനി ഏറ്റവും പ്രിയപ്പെട്ട ആളായി. നമ്മൾ ഓരോരുത്തരും ഖാലിദാജി കോട്ടക്കൽ, ഓർമ്മ വരുന്നതും വരാത്തതുമായ ഒത്തിരി പേര്. ഈ ആളുകളൊക്കെ നമ്മളോട് വിട പറയുമ്പോൾ നമ്മൾ എന്താ കരുതുന്നത്? നമ്മൾ എത്ര കാലം ജീവിക്കുന്ന കരുതുന്നത്? ചിന്തിക്ക്. തമാശ പറയുമ്പോൾ പോലും മരണത്തെക്കുറിച്ച് റസൂൽ അക്സിറു, നിങ്ങൾ ധാരാളമായി ഓർക്കണം. സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം നിങ്ങളെപ്പോഴും ഓർക്കണം. നമ്മൾ ഓരോ പ്ലാൻ ചെയ്യുമ്പോഴും അള്ളാഹു തൗഫീക്ക് ചെയ്താലല്ലാതെ നമുക്കെപ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്ത ഒരു മൊമെന്റ് നമുക്ക് ഉണ്ടാവരുത്. അതാണ് ഒരു പാർട്ട്, എൻ്റെ ഒരു പാർട്ട് അതാണ്. രണ്ടാമത്തേത്, നോമ്പ് നോൽക്കുമ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് നോമ്പ് നഷ്ടപ്പെട്ടുണ്ടാവും.
ഞാനൊക്കെ വളരെ വേദനിക്കുന്ന ആളാണ്. കഴിഞ്ഞ നോമ്പിന് വലിയൊരു രോഗം ബാധിച്ച് പൂർണ്ണമായി കിടക്കുകയായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ എഴുന്നേറ്റ് നിൽക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, പ്രസംഗിക്കുന്നു. മുമ്പത്തേനേക്കാൾ വീര്യമുണ്ടോ എന്ന് തോന്നുമാറ് പോകുന്നു. എന്താണ് ഓരോരുത്തരെ കൊണ്ടും അള്ളാഹ് നിശ്ചയിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മളൊക്കെ നഷ്ടപ്പെട്ട നോമ്പിനെ കുറിച്ച് ഗൗരവമായിട്ട് ഓർക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ നോറ്റ് വീട്ടാൻ പറ്റെങ്കിൽ അത് നോറ്റ് വീട്ടുകയും വേണം. പിന്നെ റസൂല് പറഞ്ഞു, പിണങ്ങി നടക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ നോമ്പ് വിൽക്കുന്നതിൽ അർഹതല്ല. പിണങ്ങി നടക്കുക അത് മാത്രമല്ല, നമ്മളൊക്കെ ഒരേ കമ്മിറ്റിയിൽപ്പെട്ടവർ വരെ ചെറിയ കാര്യത്തിന് എല്ലാവരും ഇപ്പം എൻ്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല. വേറൊരു അഭിപ്രായം തന്നെയാണ് മറ്റുള്ളവർ, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ്. നിങ്ങൾക്കറിയാലോ, ഇന്നമിൻ അസ്വാജിക്കും ഉലാദിക്കും അതുവല്ലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 64 അധ്യായം 14-15 പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, വിട്ടുവീഴ്ച ചെയ്യുകയും കാരുണ്യം കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പരസ്പരം പൊറുക്കാത്ത പിണങ്ങി നടക്കുന്നവർക്ക് നോമ്പോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 3 ദിവസത്തിലധികം പിണങ്ങി നടക്കാൻ പാടില്ല. നമുക്ക് കുടുംബത്തിലൊക്കെ വലിയ കലാപുണ്ടാക്കുന്ന ആളുകളുണ്ട്. എത്രയോ വർഷങ്ങളായി മിണ്ടാതെ നടക്കുക, എന്നിട്ട് 5 നേരം നിസ്കരിക്കും, നോമ്പോൽക്കും, ഉംറക്ക് പോവും, അപ്പൊ പോലും ഒരു യാത്ര പറയുകയോ സാരില്ല എന്ന് പറയും. ഇതൊക്കെ വിചാരിച്ച എന്താ വിചാരിക്കാറിയോ, എത്രയോ കാലം ഇനിയും ജീവിക്കുന്നൊക്കെ ഉള്ള നിലക്കാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് 2 ആളുകൾ, ഭാര്യയും ഭർത്താവും, അവർ കോഴിക്കോട് ജില്ലയിലെ അത്തോളി ഭാഗത്തു നിന്ന് വന്നവരായി. 2 മാസമായി അവർ പിണങ്ങി നിൽക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ വേറൊരാൾ വിളിച്ചിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ട് അവർ വന്നാണ്. അപ്പം ഞാൻ അവരെ 8 മണിക്കൂറുകളോളം സംസാരിച്ച് അങ്ങനെ 2 ആളെയും നന്നാക്കി കയ്യൊക്കെ കൊടുപ്പിച്ച് അവർ കരയൊക്കെ ചെയ്തു. പിരിഞ്ഞു പോകുമ്പോൾ വീടിൻ്റെ നടയിലേക്ക് എത്തിയപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, 2 മാസങ്ങൾ പിണങ്ങിയപ്പോൾ ഇതിൽപ്പെട്ട് ഭാര്യ മരിച്ചാൽ മരിക്കുന്നവരെ പിന്നെ ഭർത്താവിന് ഈ ടെൻഷൻ മാറുമോ? ഓളോടൊരു വാക്ക് മിണ്ടാതെ, ഓള് തന്ന ചായ കുടിക്കാതെ കടയിൽ പോയി ഇരുന്ന് ചായ കുടിച്ച ഞാൻ, പാവം ഓള് മരിച്ചു പിരിഞ്ഞു പോയി, ഓളോട് പൊറുക്കണേന്ന് പറയാൻ പോലും എനിക്ക് അവസരം ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ 3 ദിവസത്തിലധികം റസൂൽ മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞതും പഠിപ്പിച്ചത് കൊണ്ടല്ലേ പിന്നീട് അവൾക്ക് ഭയങ്കര വിഷമായി. മാഷാ അല്ലാഹ് ഇപ്പം അവർ നല്ല രൂപത്തിൽ ജീവിക്കുന്നു. ഞാൻ പറയുന്നത് പിണക്കമൊന്നായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കണം. പൊരുത്തപ്പിടിക്കാനൊക്കെ പൊരുത്തപ്പിടിച്ച് നല്ലൊരു മനസ്സുമായിട്ടാണ്. കാരണം നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. നിങ്ങൾക്ക് മുമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടിയാണ്. സൂക്ഷ്മതാബോധമുള്ള ധർമ്മനിഷ്ഠ പാലിക്കുന്ന ധർമ്മ പരിപാലകന്മാരാകാൻ വേണ്ടിയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നീതിബോധം ധർമ്മത്തിന്റെ ഭാഗമാണ്. ഹുവ അഖ്റബുൽ തഖ്വ. അപ്പം നീതിബോധം പോലും തഖ്വയാണ്. നമ്മളിപ്പോ വെള്ള തുണി എടുക്കുന്നു, നരാണ്ട മുകളിൽ തുണി താടി നീട്ടുന്നു, മീശ വെട്ടുന്നു, ഇത് മാത്രമല്ല തഖ്വ. അതൊക്കെ തഖ്വയാണ്. അതൊക്കെ തഖ്വയുടെ ഭാഗം. ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണം. അള്ളാഹ് ഹലാലാക്കിയത് ഹലാലും അള്ളാഹ് ഹറാമാക്കിയത് പലിശയായിട്ടൊന്നും ഒരിക്കലും ബന്ധപ്പെടരുത്. ഞാൻ ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ മുച്ചൂടും പലിശയുമായി ബന്ധപ്പെട്ടവർ. കുട്ടിക്കാലത്ത് മദ്രസ പഠിച്ചിട്ടുണ്ട് പലിശ ഹറാമാണ്, എന്നിട്ടും പടച്ചോനെ പേടിക്കാതെ പലിശയിലായിട്ട് പിശാച് ബാധയേറ്റ് മറിഞ്ഞു വീണവരൊപ്പം മറിഞ്ഞു വീഴുക. എത്ര തന്നെ കൈ കിട്ടിയാലും സ്വരൂപിക്കാനാവാത്ത, എത്ര ലക്ഷങ്ങൾ വന്നാലും അന്ന് കൊടുക്കാനുണ്ടാവും, അത് കംപ്ലീറ്റ് കൊടുത്തിട്ട് കാലിയായി 1 മുട്ട റുപ്യ കൊടുത്തിട്ട് മക്കൾക്ക് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങാനാകാത്ത പിതാക്കന്മാർ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 278 പലിശ ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റെന്നും പറയുന്ന ഒരു വാചകമുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നുണ്ട്, മോനെ അള്ളാഹ് പലിശ ഹറാമാക്കിയോന്ന്? അതേളാപ്പ അള്ളാഹ് പലിശ ഹറാമാക്കി. നിന്റെ മുതൽ എനിക്ക് വാങ്ങിക്കൂടെ? ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുള്ള ആളായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. പലിശയുമായി ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചിലപ്പം ഭർത്താവ് പറയടി, എൻ്റെ 5 പവൻ സ്വർണം കൊണ്ട് ഞാൻ പണയപ്പെടുത്തി പൈസ വാങ്ങാം. അപ്പോൾ ഞാൻ വിൽക്കാന്ന് പറഞ്ഞാൽ ഭാര്യ പറയാൻ തരും, വിൽക്കാനൊന്നും ഞാൻ തരില്ല, വേണമെങ്കിൽ പണയപ്പെടുത്തിക്കോളയും. ശരിക്കും നിങ്ങൾ ഭർത്താവിന് കുരുതി കൊടുക്കുക ചെയ്യും. ശരിക്കും നിങ്ങൾ പണയപ്പെടുത്തിക്കോളി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വേറൊരർത്ഥം എന്താ അറിയോ? നിങ്ങളെ ഉമ്മാനെ നിക്കാഹ് കഴിച്ചോളിയെന്നാണ്. കാരണം പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. പലിശയുമായി ഒരിക്കലും ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പലിശക്ക് വാങ്ങി പൈസ വാങ്ങി വീട് വെക്കുക ചെയ്യരുത്. ഒരു ചെറ്റക്കുടിൽ കിടന്നാലും ഒരു പ്രശ്നമില്ല. കോടിക്കണക്കായ മനുഷ്യർ പീഡികത്തിണ്ടയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു കട അടയ്ക്കാൻ കാത്തു നിന്നിട്ട് അടച്ചു പോകുമ്പോൾ അവിടെ തുണി വിരിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. പലിശല്ല, ഹറാമില്ല, ഒന്നുമില്ല. ആരുടെയും കയ്യോ ഇതൊക്കെ എന്തേ കിട്ടിയാത്തൊന്നും. അവരൊക്കെ എത്ര സുരക്ഷിതരാണ് ഒരർത്ഥത്തിൽ. നല്ല വീടുണ്ടായിട്ട് പലിശയിൽ കിടന്നുറങ്ങുക. എന്നിട്ട് വല്ലാഹു യതവഫൽ സഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ 39-ാം അധ്യായം 42-ാമത്തെ വചനം. ഉറങ്ങും അല്ലാഹു ആത്മാവിനെ പിടിച്ചു വെക്കും. മരണം നിശ്ചയിച്ചവർക്ക് പിന്നെ വിട്ടുകൊടുക്കൂല. അത് പറയാണ്. അല്ലാതെ ആളുകൾക്ക് അല്ലാഹു അത് വിട്ടുകൊടുക്കുകയും ചെയ്യും. ശരിക്കും മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരിക്കലും സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് എവിടെ വെച്ച് മരിക്കും, എന്ത് സംഭവിക്കും ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഖാദർ കഴിഞ്ഞ ദിവസം ചേലേമ്പ്ര മരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പ്രഭാഷണം ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുക.
മരണം എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിച്ച് ദുരഭിമാനികളായി നമ്മൾ ആരും നടക്കരുത്. ഖബറിലേക്കുള്ള യാത്രയിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, നോമ്പ് വന്നാൽ പിന്നെ നമ്മൾ എന്താ പറയുക, കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ട്, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ട്, അവിടെ ഒരു നോമ്പുകാരന് രണ്ട് നിലക്കുള്ള സന്തോഷങ്ങളാണ്. ഒന്ന് നോമ്പ് തുറക്കുമുള്ള സന്തോഷമാണ്, ഒന്ന് അള്ളാനെ കണ്ടുമുട്ടുമുള്ള സന്തോഷമാണ്. നമുക്കൊക്കെ ദുആ ചെയ്യാനുള്ളത്, പടച്ചോനെ നോമ്പിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും നോമ്പിൻ്റെ എല്ലാ പുണ്യവും ഞങ്ങൾ നേടുകയും ലൈലത്തുൽ ഖദർ നേടി 10-12 കൊല്ലക്കാലത്തെ ഇബാദത്തുകൾ ചെയ്ത് 1000 മാസങ്ങളേക്കാൾ പുണ്യം നേടി എല്ലാം പൊറുക്കപ്പെട്ടു. ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യാഅതിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. സൂറത്ത് ഫുർഖാനിലെ 68 മുതലുള്ള വചനമാണ്. 70-71 വചനങ്ങൾ പറയാൻ. എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് പുണ്യങ്ങൾ നേടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടുകൂടി പ്രതിഫലേച്ചോടുകൂടി ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ, അതാണ് നിന്ന് നമസ്കാരത്തിൻ്റെ കാലം. ഇതൊക്കെ വരാൻ പോവുകയാണ്. ഖുർആൻ പാരായണത്തിൻ്റെ കാലം, ദിക്റുകളുടെ കാലം, അനേക ഖുർആൻ വിഷയങ്ങളുടെ കാലം, പഠനങ്ങളുടെ കാലം, മനനങ്ങളുടെ കാലം, ഖുർആൻ പഠനത്തിൻ്റെ കാലം, അതുപോലെയുള്ള ഉംറയുടെ കാലഘട്ടം, ഇബാദത്തുകളുടെ കാലഘട്ടം, എന്തൊക്കെ രാത്രിയുടെ നമസ്കാരങ്ങളുടെ കാലഘട്ടം അല്ലേ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ എഴുത്തിക്കാപ്പിൻ്റെ കാലഘട്ടം. അങ്ങനെ എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ളത് എന്നാലോചിച്ചുണ്ട്. ചില ആളുകളെങ്കിലും നോമ്പൊക്കെയാണല്ലോ വരുന്നത്, എങ്ങനെയാണ് പടച്ചോനെ മൊബൈലിൽ തോണ്ടുക എന്ന് വിചാരിച്ചിട്ടൊക്കെ ജീവിക്കുന്നത്. എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്. തികഞ്ഞ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ നോമ്പിനെ വരവേൽക്കാനും അതേപോലെ സകല പുണ്യങ്ങളും നേടാനും ആ ഒരൊറ്റ നോമ്പിലൂടെ അല്ലേ. റസൂൽ പറയുന്നുണ്ട്, നോമ്പ് വന്നു പട്ടിണിയൊക്കെ കിടന്നു, കൂലിയൊന്നും ഉണ്ടായില്ല അല്ലേ. നാവിനെ സൂക്ഷിക്കാനും അതേപോലെ മുഖ്യാവയവങ്ങളെ സൂക്ഷിക്കാനും കണ്ണിനെ സൂക്ഷിക്കാനും നടത്തത്തെ സൂക്ഷിക്കാനും കൈകൾ കൊണ്ടുള്ള പിടുത്തത്തെ സൂക്ഷിക്കാനും എന്ന് വേണ്ട ഹറാമ് ജീവിതത്തിൽ ഇതിലൂടെയൊക്കെ കടന്നു വരുന്നോ അതൊക്കെ ശരിക്കും തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, അഹങ്കാരം നടിക്കാത്ത അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് പരലോകം. 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനമാണ്. അപ്പോൾ സ്വർഗം ആർക്കുള്ളതാണ്? യാതൊരു താൻപോരിമയുമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിനയാന്വിതരായ, ദുരഭിമാനമില്ലാത്ത മനുഷ്യർക്കുള്ളതാണ്. അടുത്ത മേഖല സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. സക്കാത്ത് റമദാനിൽ മാത്രം ടൈം കണക്കാക്കി കൊടുക്കുന്നവരുണ്ട്. സക്കാത്ത് നമുക്കറിയാം എന്ന് തുടങ്ങിയോ അതിൻ്റെ നിസാബുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. 1.5 പവൻ സ്വർണ്ണാഭരണം ഉണ്ടായാൽ പോലും കൊടുത്ത് ശുദ്ധീകരിച്ചോ എന്ന് റസൂൽ ചോദിക്കുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ചില വിദ്വാൻമാരൊക്കെ എന്തോ ഒരുപക്ഷെ അയാളുടെ ഭാര്യയ്ക്ക് എവിടെ നിന്നൊക്കെ ചിലപ്പോൾ പ്രസംഗിച്ച് കിട്ടിയ പൈസ കൊണ്ടൊക്കെ 100 പവനൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അവളോട് ആരെങ്കിലും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 100 പവൻ ഉണ്ടായാലും 200 പവൻ ഉണ്ടായാലും അണിയാന്നുള്ള നിയ്യത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം കോടി സ്വർണ്ണം ഉണ്ടെങ്കിലും അണിയാതെ നിയ്യത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഒന്നും കൊടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള ചില ആളുകൾ പേരിൻ്റെ കൂടെ ഹക്ക് ഉണ്ടാവും, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഹക്കിട്ടുണ്ടാകുകയില്ല. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാർ ഓലെ ശരിക്കും പറഞ്ഞ് അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമി സമാ എന്നാണ്. ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടന്മാരായി പോകുന്ന ചില പണ്ഡിതന്മാരായിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ അല്ലാത്ത വാസറത്തും വിസ്ര ഉഖ്റ, ഒരാളുടെ പാപഭാരവും ഒരാൾ ചുമക്കാത്ത ഒരു ദിവസം. പിന്നെ റമദാൻ എന്നൊക്കെ പറയുന്നത് നരകത്തു നിന്നുള്ളൊരു മോചനം തന്നെയാണ്. ഒരു കാരക്ക അല്ലേ, ചെറിയൊരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നരകത്തു നിന്ന് രക്ഷപ്പെടാൻ. അപ്പം സദക്ക അധികരിപ്പിക്കുന്ന കാലം, പുണ്യങ്ങൾ അധികരിപ്പിക്കുന്ന കാലം, ദിക്റുകൾ അധികരിപ്പിക്കുന്ന കാലം. അപ്പം നോമ്പിന് എന്തൊക്കെ തന്നെ ആണെങ്കിലും നോമ്പിന് ഭയങ്കര ഒരു ബർക്കത്താണ്. പട്ടിണിയൊന്നും ഉണ്ടാവില്ല, ഒരു ജോലിയില്ലെങ്കിലും അള്ളാഹു വല്ലാത്തൊരു നിയമത്ത് ചുരിയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊരു കാര്യം കൂടെ അതിലൂടെ സൂചിപ്പിക്കാനുള്ളത്, മക്കളെ നമ്മുടെ കൂടെ നിർത്താനും മക്കളുടെ കൂടെ എപ്പോഴും നിൽക്കാനും നമുക്ക് കഴിയണം. മക്കളുടെ കൂടെ ഇങ്ങനെ നിന്നു കൊടുക്കാൻ കഴിയണം. 25,000 കിലോമീറ്റർ ഒരു കുഞ്ഞിൻ്റെ കൂടെ, ഭാര്യയുടെ കൂടെ നടന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മക്കളുടെ കൂടെ ഇങ്ങനെ നിരന്തരമായി നിന്ന് ലുഖ്മാനുൽ ഹക്കീമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ പിതാവ് മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കാൻ, അവരുടെ കൂടെ ടൂർ പോകാൻ, അവരുടെ കൂടെ യാത്ര പോകാൻ, അവർക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ടെക്സ്റ്റൈൽസ് പോകാൻ, അവരുടെ കൂടെ ഒരു നല്ല ഹോട്ടലിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിക്കണം അവർക്ക് തോന്നിയാണ് തോന്നാൻ, ഒരു കൂൾബാറിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കണം അവർക്ക് തോന്നിയവർ, അങ്ങനെ മക്കളുടെ കൂടെ നിൽക്കാൻ ബാപ്പാക്കും ഉമ്മാക്കും കഴിയണം. കൂട്ടുകാരുടെ കൂടെ അവർ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ നിൽക്കാനായിരിക്കണം അവർക്ക് ഏറ്റവും കൂടുതൽ. മക്കൾ അങ്ങനെ പഠിപ്പിച്ചാൽ വലിയ രസമാണ്. ബാപ്പുള്ളത് ഏറ്റവും സന്തോഷമുള്ള, ബാപ്പ ഇല്ലാത്ത സമയം അവർക്ക് ദുഃഖം തോന്നുന്ന മക്കൾ ചോദിക്കണം, ബാപ്പി എപ്പോഴാണ് വരുന്നത്, എന്താണ് ബാപ്പി നിങ്ങളിങ്ങനെ എന്ന് ചോദിക്കുന്ന ബാപ്പാനെ കാണുന്നതിൽ സന്തോഷം, മക്കളെ കാണുന്നതിൽ സന്തോഷം, അതൊന്നും ഇന്നത്തെ ഒരു സമൂഹത്തിന് ഇല്ലാതെ പോകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരപ്പനങ്ങാടിയിൽ മാഷാ അല്ലാഹ് ഒരുപാട് ദീനീ ദഅവത്തുകൾ നടക്കുന്നുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
നമ്മുടെ സെൻറ്ററൊക്കെ വരേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ നമുക്കൊരു വളരെ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, ഇത് നമുക്ക് വേഗത്തിൽ ഉയരണം. അടുത്തൊരു റമദാൻ ആകുമ്പോഴേക്ക് നമ്മുടെ സെൻറ്ററും അതുപോലെ നമുക്കൊരു മസ്ജിദ് ഉണ്ടെങ്കിൽ അതും എല്ലാം പൂർത്തിയാകുന്നൊരവസ്ഥ ഇവിടെ വരണം. അപ്പോൾ നമുക്കൊക്കെ വീടുണ്ട്, നമുക്കൊക്കെ കാറുണ്ട്, നമുക്കൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഒരു ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ വീടിന് നമ്മൾ ഇത്രയൊക്കെ പൈസ മുടക്കുമ്പോൾ ഒരു 2 ലക്ഷം വീതം എല്ലാവരും എടുത്താൽ എന്തെല്ലാം പദ്ധതികളോട് വിജയിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ സെൻറ്ററും നമ്മുടെ ആസ്ഥാനമൊക്കെ ഇവിടെ വരില്ലേ? അപ്പോൾ മനസ്സറിഞ്ഞ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയത്തെ ബ്രീഫാക്കുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ഒരാളുടെ പാപഭാരം മറ്റൊരാൾ എടുക്കുകയില്ലെന്നും വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറ 10-ാം അധ്യായം 13 പറയുന്ന ഒരു അല്ലെങ്കിൽ നിവർത്തി വെക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ വായിക്കാൻ തരും. എന്നിട്ട് നിങ്ങളിനെ വായിക്കും. നിങ്ങളുടെ ജീവിതം ഫുള്ള് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചെറുതും വലുതും. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ 18-ാം അധ്യായം 49-ാമത്തെ വചനമാണ്. എന്തോ ഒരു കിതാബ് അവർച്ചോനേത്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക, വാക്കുകൾ പാലിക്കാൻ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ എല്ലാവരെയായിട്ടും നല്ല നിലക്ക് പെരുമാറുക, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ പരിശ്രമിക്കുക, കൂടുതൽ കൂടുതൽ ഖുർആൻ വചനം പഠിക്കുക, ഓരോ ദിനം പിറക്കുമ്പോഴും ഒരു 3 ആയത്ത് മനപ്പാടമുള്ള സമൂഹമായി മാറുക, ഒരു ഹദീസെങ്കിലും മനപ്പാടാക്കാൻ ശ്രമിക്കുക, ഒരു സച്ചരിതരായ സഹാബത്തിൻ്റെ ഒരു ചരിത്രം, ഒരു താബിയിൻ്റെ ചരിത്രം, ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യം ഫളായിലെ സ്വഹാബ എന്ന് പറയുന്ന മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ 2000-ഓളം ഹദീസുകളുടെ അകമ്പടിയോടുകൂടി എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ എഴുതപ്പെട്ടിട്ടുള്ള വലിയ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ വായിക്കാൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയൊക്കെ സഹാബത്തിൻ്റെ സച്ചരിതരുടെ സഹാബിമാരുടെ ഖുർആനിലെ സഹാബിമാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് വാങ്ങി വായിക്കാനും പഠിക്കാനും നമ്മൾ സന്നദ്ധരാവുക. ഓർക്കണം, മരണം ഏത് നിമിഷവും നമ്മളോട് വന്നു ചേരാനുള്ളതാണ്. അത് വന്നു ചേരുമെന്ന കൃത്യമായ ബോധവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ബോധമില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. മറ്റുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ഹാസിബു, നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ വിചാരണ ചെയ്യുകയും നമ്മുടെ മക്കളുടെ ദീനിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുകയും സ്ത്രീകൾ അവരുടെ വേഷവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും മുഖത്ത് പുട്ടിയിടുന്നതും ചുണ്ടിൽ ചായം തേക്കുന്നതും ഒക്കെ വലിയ ഹറാമുകളാണ്. അതൊന്നും നമ്മുടെ മക്കൾ ചെയ്യാതിരിക്കാനും, കീറി പറഞ്ഞ ടൈറ്റ് ജീൻസൊക്കെ ധരിച്ച് നമ്മുടെ മക്കൾ ടീഷർട്ടൊക്കെ ഇട്ട് പെൺകുട്ടികൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ അവരുടെ മാറൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ലോകത്ത് സംജാതമാണ്. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ രക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് സൂറത്തു തഹരീം 66-ാം അധ്യായം 6-ാമത്തെ വചനം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അല്ലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമുഹു വഅദ്ദിബൂഹു, അവരെ നിങ്ങൾ പഠിപ്പിക്കണം, അവർക്ക് അദബ് പഠിപ്പിക്കണം, അവർക്ക് ഇൽമ നേടി കൊടുക്കണം, അവരെ കഴുത്തിൽ ദിക്ർ കെട്ടി തൂക്കി കൊടുക്കണം, അങ്ങനെ അവർ മനപ്പാടാക്കണം എന്നൊക്കെ വിവരണത്തിൽ കാണാം. അങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും നമ്മൾ സ്വയം പഠിക്കുകയും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരൊക്കെ ആകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മഅ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശന തളം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.